പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ഈ അനുഗ്രഹീതമായ ആത്മീയ യോഗത്തിൻ്റെ പ്രഥമ രാത്രിയിൽ യേശുവിൻ്റെ സഭയെ ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരോട് ചേർന്ന് ദൈവം എനിക്കും നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. അനേക ബദ്ധപ്പാടുകളോടുകൂടെ ഇന്ന് രാത്രിയിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ മക്കളെയും ധാരാളമായി യേശു അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെക്കാൾ ഒത്തിരി ബഹുമാന്യരായ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുടെ സാന്നിധ്യം ഞാനൊരു വലിയ ബലമായി കരുതുകയാണ്. എല്ലാ ദൈവഭൃത്യന്മാരെയും യേശുവിൻ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. പേര് പേരായി കർത്താവെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമയം നമുക്ക് വളരെ ചുരുക്കമാണ് മുമ്പിൽ. എന്നെ ഏൽപ്പിച്ച ദൈവിക സന്ദേശത്തിലേക്ക് വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിന് ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ, ശക്തിയോടെ പറഞ്ഞാട്ടെ, ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് ശബ്ദമുയർത്തി വായിക്കണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 21-ാമത്തെ വാക്യം. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസെഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിൻ നാമത്തിൽ തിരുസന്നിധിയിൽ ഈ രാത്രി ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. അവിടുത്തെ വചനം കേൾക്കുവാൻ, നിങ്ങളുടെ ശബ്ദം ശ്രവിപ്പാൻ ആവലോടെ തിരുസന്നിധി ഞങ്ങളായിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഏതൊക്കെ ആവശ്യത്തോടെയാണോ നിന്റെ കുഞ്ഞുങ്ങളിവിടെ വന്നിരിക്കുന്നത്, അങ്ങയുടെ ആത്മാവ് നിന്റെ ജനത്തോട് ഇടപെടണമേ. ഹൃദയത്തിൻ്റെ നൊമ്പരമറിഞ്ഞ്, വേദനയറിഞ്ഞ്, ആവശ്യമറിഞ്ഞ് ഈ രാത്രിയിൽ കർത്താവ് പ്രവർത്തിക്കണമേ. ജനത്തെ സൗഖ്യമാക്കണമേ, ജനത്തെ വിടുവിക്കണമേ. ഇന്ന് വരെ നിന്റെ മക്കൾ അനുഭവിക്കാത്ത ഒരു വെളിപ്പാടോടെ ഈ രാത്രി നിന്റെ ജനം പോകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യ സാന്നിധ്യം ഇന്ന് രാത്രി ഹോളിനകത്തുള്ളത് ഓർത്ത് അങ്ങയ്ക്ക് സ്തോത്രം. മുഴുവൻ നിയന്ത്രണവും ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, മറുപടി അയച്ചതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ലോർഡ്. വായിക്കപ്പെട്ട വേദഭാഗത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ വേഗത്തിൽ ധൃതിയോടെ ഈ തിരുവചനത്തെ വിശദീകരിക്കാനായി കർത്താവിൽ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസവീരന്മാരുടെ പുസ്തകമാണ്. അവരുടെ ചരിത്രം രേഖപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്ത പുസ്തകമാണ്. 11-ാം അധ്യായത്തിന്റെ തുടക്കം ഇങ്ങനെ പറയുന്നു: വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയവുമാണ്. വിശ്വാസത്തെക്കുറിച്ചൊരു ഡെഫിനിഷൻ പരിശുദ്ധാത്മാവ് കൊടുത്ത ശേഷം പഴയ നിയമത്തിൽ വിശ്വാസത്താൽ പല അത്ഭുതങ്ങളും വിടുതലുകളും ചെയ്ത ശ്രേഷ്ഠന്മാരായ ഭൃത്യന്മാരെ ഓരോ വാക്കുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിചയപ്പെടുത്തുകയാണ്. അതെ, അവരെ പരിചയപ്പെടുത്ത പുറകിൽ വരുമ്പോൾ ഒരു വാക്യം നമ്മൾ ഇന്ന് രാത്രിയിൽ ചിന്തയ്ക്ക് ആധാരമായി വായിച്ചു. ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് യാക്കോബ് എന്നാണ്. യാക്കോബ് എന്ന മനുഷ്യൻ വിശ്വാസത്താൽ തൻ്റെ മരണകാലത്തിങ്കൽ ജോസഫിൻ്റെ പുത്രന്മാരെ ഇരുവരെ അനുഗ്രഹിക്കുക. അവരെ അനുഗ്രഹിക്കുന്ന വിധം ഞാൻ അല്പം കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാം. അതിന് ശേഷം പറയുന്നൊരു പദം, അവരെ അനുഗ്രഹിക്കുകയും തൻ്റെ വടിയുടെ അഗ്രത്തെ ചാരി നമസ്കരിക്കുകയും ചെയ്തു. ഇന്ന് രാത്രിയിൽ ഈ തിരുവചനത്തിൻ്റെ മാർമിക സത്യങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ടൊന്ന് തുറന്നു വിടാൻ ലഭിച്ച സമയത്തിൽ ഞാൻ ശ്രമിക്കുകയാണ്. സന്തോഷമുള്ളൊരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാൽ. ആരും ബോറടിച്ചിരിക്കരുത്, എങ്ങനെ ആയിത്തീരുമെന്ന മുൻവിധിയോടിരിക്കരുത്. ആകെ 1-2 ദിവസമേ ഉള്ളൂ. ഇന്ന് രാത്രി മുൻവിധിയോടിരുന്നാൽ നാളെ പിന്നെ മാർക്കിടാനിരിക്കും, പിന്നെ നിങ്ങൾക്കൊന്നും ലഭിക്കാതെ പോകും. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചനം ശ്രവിപ്പാനിരിക്കെ സ്വർഗ്ഗം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഇവിടെ ഒരു ദൈവഭക്തൻ തൻ്റെ കൊച്ചു മക്കളെ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കുമ്പോൾ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: അനുഗ്രഹിച്ച ശേഷം അവൻ്റെ കയ്യിൽ കരുതിയിരുന്ന വടിയുടെ അഗ്രത്ത് ചാരി നമസ്കരിച്ചു. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കും, വടി എന്ന് പറഞ്ഞാൽ എന്തോ പുൾപ്പിറ്റ് പോലിരിക്കുകയാണോ ചാരി നമസ്കരിക്കാൻ? ഒരു വടി എങ്ങനെ ചാരി നമസ്കരിക്കാൻ പറ്റും? എന്താ ഈ വടിയുടെ അഗ്രത്ത് ചാരി നമസ്കരിച്ചത്? എന്തോ അതിൻ്റെ രഹസ്യം? പഴയ നിയമത്തിലെ ഒരു ഭക്തന്റെ ചരിത്രം എടുത്തു കൊണ്ടുവന്ന് ക്രൂശിലേക്കുള്ള അവൻ്റെ യാത്രയെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ദാസൻ യാക്കോബ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ, സ്വദേശത്തേക്ക് മടങ്ങിപ്പോക എന്നോട് അരുളി ചെയ്ത ദൈവമേ, അങ്ങ് എന്നോട് കാണിച്ച കരുണയ്ക്കും
അങ്ങനോട് കാണിച്ച ദയക്കും ഞാൻ അപാത്രനാണ്. ഒരു വടിയോടുകൂടെയാണ് ഞാൻ ഈ യോർദാൻ കടന്നത്. കൂട്ടം ഇപ്പോൾ രണ്ടായിരിക്കുന്നു. സ്തോത്രം. ഈ പദങ്ങളൊക്കെ വായിക്കുമ്പോൾ പഴയ നിയമത്തിന്റെ പല ഭാഗങ്ങളിൽ ഒരു വടിയെക്കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വടിയെക്കുറിച്ച് പറയുമ്പോൾ വടി പോലിരിക്കരുത്. ഞാൻ പറയുന്നത് വടിയെക്കുറിച്ചാണ്. മോശയുടെ കയ്യിൽ ദൈവം ചോദിച്ചു, നിന്റെ കയ്യിൽ എന്താ? വടിയ. ദാവീദിനെ നോക്കി ഗോലിയാത്ത് പറഞ്ഞു, നീ എന്റെ നേരെ വരാൻ, വടിയുമായി വരാൻ ഞാൻ നായാണോ? ഏലീശ തന്റെ ദാസനായി ഗേഹസിയോട് പറഞ്ഞു, ഈ വടി കൊണ്ട് ശവത്തിന്റെ മേലിട്, അവൻ എഴുന്നേൽക്കട്ടെ. പഴയ നിയമത്തിലെ ഭക്തന്മാരുടെ ഒക്കെ കയ്യിൽ ഒരു വടിയുണ്ട്. പ്രായമുള്ളവർക്ക് കുത്തി നടക്കാൻ കൊടുത്ത വടിയല്ല. ഈ വടിക്കകത്തൊരു ദൈവിക രഹസ്യമുണ്ട്. ഇന്ന് രാത്രി അതിനെ ഒന്ന് പൊരുൾ തിരിക്കുമ്പോൾ ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്ക് ഒരു വിടുതലായി മാറും എന്ന് എനിക്കറിയാം. വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകും. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ട്. വാസ്തവത്തിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഭയത്തോടും ഞെട്ടലോടും കണ്ട ഒരു ബോർഡാണ് താണ്ടി പുറകിൽ എഴുതിയേക്കുന്നത്. സ്തോത്രം. മിറാക്കിൾ ഹീലിംഗ് ക്രൂസൈഡ്. ദൈവം അത്ഭുതം ചെയ്യട്ടെ. ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ മിറാക്കിൾ വർക്കേഴ്സ് അല്ല, അത് ഞങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയും അല്ല. അത്ഭുതങ്ങളുടെ ദൈവം എവിടെ ഉണ്ടോ എന്നും അവർക്ക് അത്ഭുതമാണ്. ഷാജ വർഷിപ്പ് സെന്ററിൽ ഇന്നും നാളെയും മാത്രമല്ല വിടുതൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്നും അത്ഭുതങ്ങളാണ്. അങ്ങനെ ഒരു സത്യം പറയാനാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഉറക്കെ പറ. ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ പറയുന്നു, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ ഒരു വടിയുമായി പോയി, കൂട്ടം ഇപ്പോൾ രണ്ടുണ്ട്. അങ്ങനെങ്കിൽ തന്റെ ജീവിതത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ ഒരു വടിയെക്കുറിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അതിനകത്തൊരു രഹസ്യം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ കാലത്തെ പോലെ പ്രായമുള്ളവർക്ക് കുത്തി നടക്കാൻ വടിയുണ്ട്. അന്ന് അങ്ങനെ ഒരു അർത്ഥത്തിലല്ല ഈ കാര്യം പറഞ്ഞത്. ഈ വടിക്കകത്തൊരു രഹസ്യമുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് ഇന്നുള്ളത് പോലെ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ പ്രധാനമായ വസ്തുതകൾ എഴുതി വെക്കുവാൻ പേപ്പേഴ്സ് ഇല്ല, ഡോക്യുമെന്റ്സ് ഇല്ല. അന്ന് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബദാം മരക്കൊമ്പിൽ വെട്ടിയെടുത്ത 8 അടി ഉയരമുള്ള ഒരു മനുഷ്യൻ നിന്നാൽ അവന്റെ തലയ്ക്ക് മീതെ ഉയർന്നു നിൽക്കുന്ന ഒരു വടി ഒരു വീട്ടിലെ കാരണവന്റെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ പിതാവിന്റെ കയ്യിലുണ്ടാവും. ആ പിതാവ് തന്റെ കയ്യിലിരിക്കുന്ന വടിയിലെ മിനുസപ്പെടുത്തി അതിന്റെ അഗ്രം മുതൽ തന്റെ കുടുംബത്തെ സംബന്ധിച്ച വിവരങ്ങൾ എഴുതി വെക്കും. തന്നോടുള്ള ദൈവിക ഉടമ്പടികൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, എവിടെയെല്ലാം വസ്തുക്കളുണ്ട്, എത്ര ഭാര്യയുണ്ട്, എത്ര മക്കളുണ്ട്, അവർ എപ്പോഴൊക്കെ ജനിച്ചത്, എത്ര പ്രായത്തിലാണ് ഇവർ ജീവിക്കുന്നത് എന്നുള്ള വസ്തുതകൾ മുഴുവൻ ഈ മനുഷ്യൻ തന്റെ വടിയുടെ അഗ്രത്തെ കുറിച്ചു വെക്കും. പ്രൈസ് ദി ലോർഡ്. തന്റെ പേര് സകലതും കുറിച്ചു വെച്ച് താൻ മരിക്കാൻ തുടങ്ങുമ്പോൾ തന്റെ മൂത്ത പുത്രനെ മുൻപോട്ട് വിളിച്ചു വരുത്തി തന്റെ വലതേ കരം നീട്ടി അവനെ അനുഗ്രഹിച്ച ശേഷം തന്റെ സമ്പത്തിനെ സംബന്ധിച്ച്, തന്നോടുള്ള ദൈവാലോചനയെ സംബന്ധിച്ച് എഴുതി വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിറഞ്ഞ ഈ വടി മൂത്ത മകന്റെ കയ്യിലോട്ട് കൊടുക്കും. സ്തോത്രം. വലങ്കയുടെ അനുഗ്രഹം പ്രാപിച്ച മകൻ അപ്പന്റെ കയ്യിൽ ഇടങ്കയിലിരിക്കുന്ന വടി വലങ്കൈ കൊണ്ട് വാങ്ങി അന്നു മുതൽ ഒരു പുതിയ യാത്ര തുടങ്ങും. തന്റെ ജീവിതത്തിൽ പോകുന്ന വഴിയിൽ സംഭവിക്കുന്ന സകല വിഷയങ്ങളും താൻ ഇതിന്റെ ബാക്കി ഭാഗമായി ഇതിൽ കുറിച്ചു വെക്കും. തന്റെ കാലം തീരാനാകുമ്പോൾ തന്റെ മൂത്ത മകനെ മുമ്പോട്ട് വിളിച്ചിട്ട് വലതുകാരം കൊണ്ട് അവനെ ആശീർവദിച്ച് ഈ എടുത്ത് അവന്റെ കയ്യിലോട്ട് കൊടുക്കും. അന്ന് മുതൽ അവനും ഇത് എഴുതാൻ തുടങ്ങും. സ്തോത്രം. ഇത് എഴുതി തീർന്നാൽ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവായി, കുടുംബമായി അവരിത് സൂക്ഷിച്ചു വെക്കും. സ്തോത്രം. കാരണം എവിടെയെല്ലാം തങ്ങൾക്ക് നന്മയുണ്ടെന്നോ എവിടെയെല്ലാം സമ്പത്തുണ്ടെന്നോ അറിയുന്നത് ഈ വടിയില. പ്രൈസ് ദി ലോർഡ്. അങ്ങനെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ യാക്കോബിന്റെ കയ്യിലെ വടി എന്തെന്ന് മനസ്സിലായി. യാക്കോബിന് എവിടുന്ന് കിട്ടിയതാ ഈ വടി? അവന്റെ അപ്പനായ ഇസഹാക്ക് കൊടുത്ത വടിയാ. ഇസഹാക്കിന് എവിടുന്ന് കിട്ടിയതാ ഈ വടി? ഇസഹാക്കിന്റെ അപ്പൻ അബ്രഹാം കൊടുത്തതാ. നമുക്ക് പുറകിലോട്ട് ഇനിയും പോകണ്ട, വീരനായ അബ്രഹാമിൽ ഒന്ന് തുടങ്ങി ഈ വടിയുടെ ചരിത്രത്തിലേക്ക് ഒന്ന് വരാം. സ്വർഗത്തിലെ തമ്പുരാൻ ഊറിൽ നിന്ന് ഈ മനുഷ്യനെ പുറത്തെടുത്തു. തേജോമയനാം തമ്പുരാൻ പ്രത്യക്ഷനായ ദൈവം തമ്പുരാന്റെ പ്രത്യക്ഷത മുതൽ തന്നോടുള്ള ദൈവിക ആലോചനകളും വാഗ്ദത്തങ്ങളും ഉടമ്പടികളും ഓരോന്നായി തന്റെ കയ്യിൽ കരുതിയിരിക്കുന്ന ഈ വടിയുടെ അഗ്രത്ത് താൻ എഴുതി. സ്തോത്രം. ഒരു രഹസ്യമുണ്ട്. ഈ വടിയും കൊണ്ട് ഒരുത്തൻ നടന്നാൽ ഇവന്റെ തലയ്ക്ക് മീതെ ഉയർന്നു നിൽക്കുന്നതിനാൽ എത്ര ജനക്കൂട്ടത്തിൽ മനസ്സിലാകും ഇതൊരു കുടുംബത്തിലെ നേതാവാണ്. ഇത് നിറച്ച് ദൈവിക വാഗ്ദത്തങ്ങളാണ്, ഇത് നിറച്ച് ദൈവിക ആലോചനകളാണ്. അബ്രഹാം തനിക്കുള്ള സകല സമ്പത്തിന്റെയും സകലത്തെയും കുറിച്ചുള്ള ദൈവിക ആലോചനകൾ ഇതിനകത്ത് എഴുതി. സ്വർഗത്തിലെ തമ്പുരാൻ ഇറങ്ങിയ നാൾ മുതൽ തന്നോട് പറഞ്ഞ സകല ദൂതുകളും ഇതിൽ കുറിച്ചിട്ടു. തന്നോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളുടെ പരമ്പരകൾ എഴുതിയ ശേഷം പ്രായമാകുമ്പോൾ മൂത്ത മകനായ ഇസഹാക്കിനെ വിളിച്ചിട്ട് വലതുകരം കൊണ്ട് അവനെ അനുഗ്രഹിച്ചിട്ട് അവന്റെ മേൽ ഈ ദൈവാനുഗ്രഹം പകർന്ന് ഈ വടി അവന് കൈമാറി. ഈ അനുഗ്രഹം കൈ കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് അപ്പന്റെ നന്മ എവിടൊക്കെയാന്ന് വായിച്ചു പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്?
അല്ലാതെ ഈ വടിയും കൊണ്ട് ചുമ്മാതെ നടക്കരുത്. അന്ന് ഇസഹാക്കിന്റെ ജോലി എവിടെയെല്ലാം നന്മയുണ്ടെന്ന് വായിച്ചു പഠിക്കണം. അന്ന് മുതൽ അവൻ പഠിക്കാൻ തുടങ്ങിയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തനിക്ക് മനസ്സിലായത് എൻ്റെ അപ്പൻ കുറെ കിണർ കുഴിച്ചിട്ടുണ്ട്. താൻ തപ്പി നോക്കിയപ്പോൾ ശത്രുക്കളെല്ലാം മണ്ണിട്ട് മൂടിയതാ. അതുകൊണ്ട് വീണ്ടും അതിനെ കുഴിക്കാൻ പോയെ. ഇന്ന് രാത്രിയിൽ ആലോചനകൾ ഇന്നലത്തത് അറിഞ്ഞില്ലെങ്കിൽ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതിന് നീ വഴിതപ്പും. ഇന്നലെ നന്മകൾ എവിടെയെങ്കിലും വഴിമൂടി കിടക്കുന്നെങ്കിൽ, ശത്രു മണ്ണിട്ട് മൂടിയെങ്കിൽ, ആലോചന അറിയാവുന്നവൻ അതിനെ വീണ്ടും കുഴിക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലോചന പ്രാപിച്ച ദൈവജനമേ, ഒന്നുകൂടെ പുറകിലോട്ടൊന്ന് തിരിഞ്ഞ് ദൈവം നിന്നോട് പറഞ്ഞ ദൂതൊന്ന് വായിപ്പാൻ ഈ രാത്രി തയ്യാറാകുമെങ്കിൽ നിന്റെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ പരമ്പര തുടങ്ങാൻ പോവുകയാണ്. കരങ്ങൾ ഉയർത്തി യേശുവിനെ ഉറക്കെ സ്തോത്രം ചെയ്താട്ടെ. ഇസഹാക്ക് സകലതും എഴുതി വെച്ചു. മരണകാലത്തിങ്കൽ തന്റെ മൂത്ത മകനെ വിളിച്ചു. അനുഗ്രഹം അവന് കൊടുക്കാൻ തുടങ്ങി. പക്ഷേ നിർഭാഗ്യവശാൽ ദൈവനിർണയ പ്രകാരം യാക്കോബിന്റെ തലമേൽ അനുഗ്രഹം വന്നു. സ്വർഗം അങ്ങനെ ചെയ്തതിനാൽ സ്തോത്രം. ഈ വലതെ കയ്യിൽ ഈ താൻ കരുതി വെച്ചിരുന്ന വടി, ഇടത്തെ കയ്യിൽ താൻ കരുതി വെച്ചിരുന്ന വടി, വലത് കൈ കൊണ്ട് അവനെ അനുഗ്രഹിച്ച ശേഷം ഇവന്റെ കയ്യിലേക്ക് കൈമാറി. അന്ന് യാക്കോബ് ഈ വടിയുമായി പുറപ്പെടുകയാണ്. അവൻ പറയുക, ഞാൻ ഒരു വടിയോടുകൂടെയാണ് അങ്ങോട്ട് പോയത്. കൂട്ടം രണ്ടായി മടങ്ങി വന്നിരിക്കുന്നു. പട്ടിയടിക്കാനുള്ള വടിയല്ല, പാമ്പിനെ കൊല്ലാനുള്ള വടിയല്ല, വഴിയാത്രയിൽ കുത്തി നടക്കാനുള്ള വടിയല്ല. എന്റെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത ആലോചനകൾ മുഴുവൻ നിറഞ്ഞ ഒരു വടി എന്റെ കയ്യിലുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ യാത്ര പുറപ്പെടുന്നത്. ഇന്ന് രാത്രി സ്വർഗത്തിലെ തമ്പുരാൻ നിന്നോട് പറഞ്ഞ ദൈവിക ആലോചനയുമായി, ദൈവിക വാക്തത്വവുമായി ഓരോ ചുവട് വെക്കുന്ന ദൈവപൈതലെ, നീ പോകുന്നിടത്ത് ശുഭമാരേണ്ടതിന്, നീ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഇന്ന് രാത്രി സ്വർഗം നിന്നോട് വിളിച്ചു പറയുന്നു. കരുതുക ദൈവത്തിന്റെ ആലോചനകൾ. വടിയുമായിട്ട് മുമ്പോട്ട് പോകുകയാ. വെറുതെ പോയതല്ല. 10-30 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ ഒരു വടിയും പിടിച്ചു പോകുകയാ. അതിനകത്ത് നിറച്ച് ദൈവത്തിന്റെ ആലോചനകളാ. എന്തോ ആലോചന. നിന്നെ പരദേശിയായിട്ട് ഓടിക്കുമെന്നല്ല ആലോചന. നീ നിൽക്കുന്ന ഈ ഭൂമി നിനക്ക് നിന്റെ സന്തതിക്കും ശാശ്വതമായി തരുമെന്ന ദൂത്. ജീവിതത്തിലെ സാഹചര്യം ഒരുപക്ഷെ എഴുതി വെച്ച ദൈവത്തിന്റെ പ്രമാണവുമായി വൈരുദ്ധ്യമുള്ളതാണെങ്കിലും വൈരുദ്ധ്യത്തെ വിശ്വസിക്കാതെ വാഗ്ദത്തത്തെ വിശ്വസിച്ചവൻ ഒരു ദിവസം അതിനെ തിരിച്ചു പ്രാപിക്കാൻ പോകുകയാണ്. ഒരു ദൂത് പറയാൻ എന്റെ അകം കത്തുകയാണ്. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ നോക്കുമ്പോൾ സകലതും നിനക്ക് പ്രതികൂലമായി തോന്നിയേക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ പ്രതികൂലത്തെ വകവയ്ക്കാതെ അതിനനുകൂലമായ തിരുവചനത്തെ വിശ്വസിക്കുന്ന ദൈവവചനത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്നിൽ ദൈവം നൽകിയ ആലോചന പ്രകാരം നീ വ്യത്യാസം പ്രാപിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങിക്കാട്ടെ. Praise the Lord. വടിയുമായിട്ടുള്ള യാത്ര തുടരുകയാ. പോകുന്ന വഴിയിൽ നമുക്ക് നല്ലപോലെ അറിയാം. യാക്കോബിനെ കുറിച്ച് 1-2 വാക്ക് വിശദീകരിച്ചേ പറ്റത്തുള്ളൂ. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒറ്റ വാക്കിൽ മറുപടി പറയും, ഉപായി. സ്തോത്രം. ഞാൻ അവരോട് തുറന്നു പറയാറുണ്ട്, ദയവായിട്ട് അദ്ദേഹത്തെ ഉപായി എന്ന് വിളിക്കരുത്. അങ്ങനെ വാക്കിൻ പേരിന്റെ അർത്ഥം ഉപായി എന്നല്ല. സ്തോത്രമൊക്കെ പോയി. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം ഉപായി എന്നല്ല സഹോദരങ്ങളെ. സ്വഭാവം അങ്ങനെ ആയിരിക്കും. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം യാദ് അഖോ. യാദ് എന്നാൽ കൈ, അഖോബ് എന്നാൽ കുതികാൽ. യാദ് അഖോബ് എന്നാൽ കൈ കൊണ്ട് കുതികാൽ പിടിച്ചവനെന്ന. ഇവനെ യാക്കോബ് എന്ന് വിളിച്ചാൽ അതിന്റെ അർത്ഥം കൈ കൊണ്ട് കുതികാൽ പിടിച്ചവനെന്ന, അല്ലാതെ ഉപായി എന്നല്ല. പണം കണ്ട സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പുള്ളി അതിനോട് ചോദിച്ചിരിക്കും. അപ്പം മറുപടി പറയാൻ തയ്യാറായിക്കോണം. എന്റെ പേരിന്റെ അർത്ഥം ഉപായി എന്നല്ല, എന്റെ പേരിന്റെ അർത്ഥം കൈ കൊണ്ട് കുതികാൽ പിടിച്ചവനെന്ന. കാര്യം ഇതിനകത്തൊരു ഒരു രഹസ്യം കിടപ്പുണ്ട്. സ്വർഗത്തിലെ തമ്പുരാൻ പണ്ടൊരു ദൂത് സർപ്പത്തോട് പറഞ്ഞു. സ്വർഗത്തിലെ തമ്പുരാന്റെ ദൂത് ഇടയ്ക്കൊന്ന് പഠിക്കുന്നത് നല്ലതാണ് നമ്മുടെ പ്രവാചകന്മാർ. അദ്ദേഹം ദൈവം പറഞ്ഞ ദൂത് ഇങ്ങനെയാണ്. സ്തോത്രം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ലൂസിഫറിനെ ഉയർത്തിയ ദൂതല്ല ഏറ്റവും വലിയ ദൂത്, ലൂസിഫറിന്റെ തല തകർക്കുന്ന ദൂത ഏറ്റവും വലിയ ദൂത്. ഇന്ന് രാത്രി നിന്റെ നാവിന്ന് വരുന്ന ദൂത് പ്രശ്നത്തെ വലുതാക്കുന്നതാകരുത്, പ്രതികൂലത്തെ വലുതാക്കുന്നതാകരുത്, ബന്ധനത്തെ കൂട്ടിക്കെട്ടുന്നതാകരുത്. അവന്റെ തലയെ തകർക്കുന്ന ദൂത് പറയുന്ന ദൈവത്തിന്റെ വേലക്കാർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി അങ്ങനെയുള്ള പ്രവാചകന്മാർ നമ്മുടെ നാട്ടിൽ എഴുന്നേറ്റ് വരട്ടെ. സ്വർഗത്തിൽ തമ്പുരാൻ പ്രവചനം, നിന്റെ തല തകർക്കാൻ നീ വഞ്ചിച്ച സ്ത്രീയിൽ നിന്ന് ഒരു സന്തതി പുറപ്പെടും. ലൂസിഫറിന്റെ ചിന്ത സ്ത്രീയിൽ നിന്ന് ജനിച്ചു വീഴുന്നതൊക്കെ ഒരുപക്ഷെ ഇവന്റെ തകർക്കാൻ വരുന്നവനെന്ന് ചിന്തിച്ച് തുടക്കം മുതൽ അവൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചു വരുന്ന തലമുറകളെ തകർക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ ഇരയായി ആബേൽ. നിർഭാഗ്യവശാൽ കായേനെ പിശാച് കയറി ആബേലിനെ വകവരുത്തി. സാത്താൻ തോറ്റു. കാരണം സാത്താൻ വിചാരിച്ച ആളല്ല ഇത്. സ്തോത്രം. കാരണം ആബേൽ അല്ല ഇവന്റെ തല തകർക്കാൻ വരുന്നത്. കാലം പലത് കഴിഞ്ഞപ്പോൾ റിബേക്കയുടെ ഉദരത്തിൽ 2 കുഞ്ഞുങ്ങൾ. റിബേക്ക ദൈവസന്നിധിയിലോട്ട് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അപ്പൊ 2 എണ്ണം വയറ്റിക്കിടന്ന് വഴക്കുണ്ടാക്കുക. എന്തുവാണ് ആലോചന എന്ന് ചോദിക്കുമ്പോൾ സ്വർഗം പറഞ്ഞു, മൂത്തവനെ ഇളയവൻ സേവിക്കുമെന്നല്ല, ഇളയവൻ മൂത്തവനെ, മൂത്തവൻ ഇളയവനെ, മൂത്തവൻ ഇളയവനെ സേവിക്കും. ലൂസിഫർ എനിക്ക് തോന്നുന്നു അത് കേട്ട് കാണും. പിശാച് വിചാരിച്ചു, ഓഹോ മൂത്തവൻ
ദൈവം തമ്പുരാൻ തള്ളി, ഇളയവനെ ദൈവം എടുത്തു. അങ്ങനെയാണെങ്കിൽ ദൈവം ഇളയവനെ എടുത്തോട്ടെ, മൂത്തവനെ ഞാൻ എടുത്തു. അമ്മയുടെ ഉദരത്തിൽ നിന്ന് വരിക ഒന്നാമത്തവൻ വരുമ്പോ മിസ്റ്റർ ലൂസി ചെയ്തതാണെന്ന് എന്റെ ചിന്ത. ഈ ഒന്നാമത്തെ കൊച്ചന്റെ കുഞ്ഞങ്കാല് പുറകിൽ വരുന്ന ഉച്ചയുടെ പുറത്തിരിക്കുക. സ്വത്രം മനസ്സിലാവുന്നു ഞാൻ പറയുന്നത്? ഒന്നാമത്തെ സന്തതിയുടെ കാല് പിറകിൽ വരുന്ന കുഞ്ഞന്റെ തലയ്ക്ക് പുറത്തിരിക്കുക. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുന്ന ദൂത്. പിശാച് പറയാ, അവൻ എന്റെ തല തകർക്കുന്നതിന് മുമ്പ് എനിക്ക് അവന്റെ തല തകർക്കണം. പക്ഷെ കുഞ്ഞൻ യാക്കോബ് പറഞ്ഞു, പറ്റത്തില്ലടാ, എന്റെ ഈ തലയ്ക്ക് പുറത്ത് നിന്റെ കാല് വരാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് ആ കൊച്ചു കൈകൊണ്ട് അവന്റെ കുതികാലെ കയറി പിടിച്ചു. ഇതൊരു പ്രവചന പിടിയാ. മനസ്സിലായവർ സ്വോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി അല്പം കഴിവ് കുറവാണെങ്കിലും സ്വർഗത്തിലെ തമ്പുരാന്റെ ആലോചന അനുസരിച്ച് പിശാചിനോട് പടവെട്ടുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. യാക്കോബ് എവിടെ വെച്ച യുദ്ധം തുടങ്ങിയത്? തന്റെ ജീവയാത്രയിലല്ല യുദ്ധം തുടങ്ങിയത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ അവനൊരു യുദ്ധം പ്രഖ്യാപിച്ചു. എടാ, നിന്റെ തല എന്റെ തലയ്ക്ക്, നിന്റെ കാല് എന്റെ തലയ്ക്ക് മീതെ വരുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം ദൈവം എന്നെയാ തെരഞ്ഞെടുത്തത്. ഇന്ന് രാത്രിയിൽ ശത്രുവിന്റെ തല നിന്റെ മീതെ ഉണ്ടെന്ന് നീ വിറയുന്നെങ്കിൽ വിളിച്ചു പറ, ഇന്ന് അതിന് മാറ്റം വരാൻ പോവുകയാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ, നിന്റെ സഭയ്ക്ക് നേരെ, നിന്റെ ബിസിനസ്സിന് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ ശത്രുവിന്റെ പാദമുണ്ടെങ്കിൽ ഈ രാത്രി വിളിച്ചു പറ, ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ജയിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ. അതുകൊണ്ട് ഇവന്റെ തലയ്ക്ക് മീതെ ഈ കാല് വന്നതുകൊണ്ട് കൊച്ചു കൈ കൊണ്ട് അവൻ കയറി പിടിച്ചതിനാൽ നേഴ്സ് പേരിട്ടു യാക്കോബ്, കുതികാൽ കൈ കൊണ്ട് പിടിച്ചവൻ. ഞാൻ എവിടെ പോയി യാക്കോബേ എന്ന് വിളിച്ചാൽ എന്റെ അർത്ഥം കുതികാൽ കൈ കൊണ്ട് പിടിച്ചവനേ എന്നാ. സ്വോത്രം. ഹലോ, വടിയുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരു ദിവസം സമയം എനിക്ക് കുറെ ആവശ്യമുണ്ട്. മുമ്പോട്ട് വേഗത്തിൽ ഞാൻ പോവുക. മുമ്പോട്ട് വരുമ്പോൾ വേദപുസ്തകം പറയുന്ന ഒരു സ്ഥലത്തെത്തി സൂര്യൻ അസ്തമിച്ചു. ആ സ്ഥലത്ത് അവൻ കിടന്നുറങ്ങി. തലകണയായ ഒരു കല്ലെടുത്ത് വെച്ച് അവിടെ ഉറങ്ങി. പ്രഭാതത്തിൽ എഴുതുന്ന കയ്യിൽ നാട്ടിയതിൽ എണ്ണ ഒഴിച്ചിട്ട് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ ബദേല. ബദേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭവനം. വിശുദ്ധ വേദപുസ്തകത്തെ ആധികാരികമായി പഠിച്ച രണ്ട് ബദേലുണ്ട് പൂർവികകാല ഇസ്രായേലിൽ. ഒന്ന് ദൈവത്തിന്റെ ഭവനം, അതായത് യെരൂശലേം ആലയം സ്ഥിതി ചെയ്യുന്ന ജെറുശലേം പർവ്വതം. നമ്മുടെ സഹോദരനായ യാക്കോബ് ഇപ്പോൾ കിടക്കുന്നത് ജെറുശലേം എന്നറിയപ്പെടുന്ന ബദേലില. ഈ സ്ഥലത്ത് ചില ആണ്ടുകൾക്ക് മുമ്പ് ഇവന്റെ അപ്പൻ ഇസഹാക്ക് കിടന്ന സ്ഥലമാണ്. ഒരു യാഗപീഠത്തിന്റെ മുകളിൽ കെട്ടപ്പെട്ടവനായ ഇസഹാക്ക് യാഗമർപ്പിക്കപ്പെടാൻ കിടന്ന സ്ഥലത്താ ഇപ്പൊ യാക്കോബ് കിടക്കുന്നത്. മനസ്സിലാവുന്നു ഞാൻ പറയുന്നത്? ഹലോ, തുടങ്ങിയടാ ജീവിതം. നിന്റെ പിതാവ് എവിടെ തുടങ്ങിയോ അവിടെ നീയും ആരംഭിക്കണം. കാരണം ഈ വടിക്കകത്തൊരു ദൂതുണ്ട്. ഇസഹാക്കിനെ മോറിയയുടെ മുകളിൽ യാഗം നടത്തുവാൻ ദൈവം അനുവദിച്ചെന്ന്, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ സ്വർഗം കൽപ്പിച്ചെന്ന്. യാക്കോബ് ബന്ധിക്കപ്പെട്ട് കിടന്ന ഇസഹാക്ക് ബന്ധിക്കപ്പെട്ട് കിടന്ന അതേ കൽപ്പുറത്ത്, അതേ യാഗപീഠത്തിന്റെ മുകളിൽ ഒരു കല്ലെടുത്ത് അവിടെ കിടന്നുറങ്ങുക. നിന്റെ അപ്പൻ തുടങ്ങിയെടുത്തുന്നത് നീയും തുടങ്ങണം. നിന്റെ തലയ്ക്ക് മീതെ ഇന്നും നിന്റെ സഹോദരന്റെ കാലുണ്ട്. നിന്റെ പേരങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം ശത്രു നിന്റെ തലയ്ക്ക് മീതെയാ. പക്ഷേ ഇവിടെ നിന്ന് ഒരു ജയകരമായ യാത്ര ഞാൻ നിനക്ക് പ്രഖ്യാപിക്കാൻ പോകുകയാണ്. ആട്ടുകൊറ്റന്റെ രക്തം കുടിച്ച കല്ലിൽ സ്തോത്രം തലകണയായി വെച്ച് കിടന്നുറങ്ങി. അതിലോട്ട് എണ്ണ പകർന്നു. അവിടെ ആലയം വരുമെന്ന് പ്രഖ്യാപിച്ചു. എനിക്കൊരു ദൂത് പറയാനുണ്ട്. കല്ലിൽ ആദ്യം വീണത് രക്തം, അതിന്റെ തൊട്ടുപുറകിൽ എണ്ണ. എവിടെയാണോ രക്തമുള്ളത് അതിന്റെ തൊട്ടുപുറകിൽ എണ്ണ വ്യാപരിക്കും. ഇന്ന് രാത്രി കുഞ്ഞാടിന്റെ രക്തം ഈ ഹോളിനകത്ത് വ്യാപരിക്കുന്നതിനാൽ തൊട്ടുപുറകിൽ ഒരു അഭിഷേകത്തിന്റെ എണ്ണ നിന്റെ മേൽ വീഴാൻ പോകുകയാണ്. എവിടെയാണോ രക്തമുള്ളത് അതിന്റെ തൊട്ടുപുറകിൽ എണ്ണ വരും. അനേക നാളുകൾക്ക് മുമ്പ് ആട്ടുകൊറ്റന്റെ രക്തം വീണ അതേ കല്ലിൽ എണ്ണ വീഴുകയാണ്. ഒരിക്കൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവവൈതലേ, ഇന്ന് രാത്രി നിന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ദൈവം തന്നെ അഭിഷേകത്തിന്റെ എണ്ണ പകരാൻ പോകുകയാ. യാക്കോബേ, ജീവിതം മൊത്തം കുഴപ്പമാ. പക്ഷെ തുടങ്ങ ഈ യാഗപീഠത്തിൽ നിന്ന്. നിന്റെ പിതാവിനെ വ്യത്യാസപ്പെടുത്തിയത് ഇവിടെയാ. ഇവിടെ വെച്ച പുത്രനായ യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തം നിന്റെ വല്യപ്പനായ അബ്രഹാമിന് കൊടുത്തത്. ഇവിടെ വെച്ച ഇസഹാക്കിനെ ഞാൻ സ്വീകരിച്ച് എന്റെ പുത്രനാം ക്രിസ്തുവിനെ നിന്റെ വല്യപ്പന്റെ മകനായി കൊടുത്തത്. അതുകൊണ്ട് ഇവിടെ തുടങ്ങൊരു ജീവിതം. ഇവിടെയാണ് ക്രിസ്തുവിന്റെ വെളിപ്പാടിന്റെ സ്ഥലം. പഴയ നിയമത്തിന്റെ ഭക്തൻ അറിയാതെ തന്നെ തുടങ്ങി ക്രിസ്തുവിൽ ആരംഭിച്ചു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. ശക്തിയോടെ ദൈവസാന്നിധ്യത്തോടെ വ്യാപരിക്കുന്നു. ഈ രാത്രി വചനം നിങ്ങളെ വിടുവിച്ചുകൊണ്ടിരിക്കുക.
അവിടെ നീ വടിയുമായിട്ട് ഇവൻ യാത്ര ചെയ്തു. ലാബാന്റെ വീട്ടിലെത്തി. നമുക്ക് എല്ലാവർക്കും സംഭവം അറിയാം. ലാബാന്റെ വീട്ടിൽ ചെന്നു. ആദ്യം റാഹേലിനെ കണ്ടു. റാഹേലിനെ ഇഷ്ടപ്പെട്ടു. 10 വർഷം അവക്ക് വേണ്ടി, 7 വർഷം അവക്ക് വേണ്ടി സേവിച്ചു. അതിനുശേഷം സ്തോത്രം കിട്ടാതെ വന്നപ്പോൾ വീണ്ടും അവക്ക് വേണ്ടി 7 വർഷം സേവ നടത്തി. 14 വർഷം 2 പെണ്ണുങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവൻ ജീവിതം കളഞ്ഞു. സ്തോത്രം. വേദപുസ്തകം പറയുന്നു 10 പ്രാവശ്യം അവന്റെ സമ്പത്ത്, അവന്റെ ശമ്പളം മുടക്കി. പ്രൈസ് ദ ലോർഡ്. ഈ ശമ്പളം മുടക്കുമ്പോൾ ഇയാൾക്ക് പിന്നെ എന്നാ ജോലി? ഒരു ജോലിയില്ല. കൂടാരത്തിനകത്തോട്ട് വരിക, ഇത് വായിക്കുക. സ്തോത്രം. ഇതിനകത്ത് എഴുതിയേക്കുന്നത് എന്റെ ശമ്പളം മുടക്കുമെന്നല്ല, നന്മയോടെ തിരിച്ചു വരുത്തുമെന്ന്. ഈ വീട്ടിൽ നോക്കുമ്പോൾ മൊത്തം പ്രശ്നമാ, പക്ഷെ എന്റെ ദൂത് എന്നെ ഇവിടുന്ന് ദൈവം സമ്പത്തോടെ അയക്കുമെന്ന. ഇന്ന് രാത്രി ദേശം മൊത്തം നോക്കുമ്പോൾ, സഭയെ നോക്കുമ്പോൾ, ഓഫീസിനെ നോക്കുമ്പോൾ മൊത്തം പ്രശ്നമാ. സ്വർഗം പറഞ്ഞു അതല്ല പ്രശ്നം, ഇതിനകത്ത് എന്തെഴുതിയിരിക്കുന്നു അതേ സംഭവിക്കത്തുള്ളൂ. വിശ്വസിക്കാൻ എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? അതരങ്ങൾ തുറന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യ. യാക്കോബ് ജീവിതം മൊത്തം പരാജയമാ. ഇന്ന് രാത്രിയിൽ നിന്റെ വചനം, നിന്നോടുള്ള ആലോചന കറക്റ്റാ. അമ്മായിപ്പം പലതും മുടക്കി, പക്ഷെ സ്വർഗത്തിലെ തമ്പുരാൻ മുടക്കിയില്ല. അതിനകത്ത് മുഴുവൻ എഴുതപ്പെട്ട ദൂതുകളാ. എനിക്ക് തോന്നുന്നു അന്ന് രാത്രികളിൽ ഓരോ സമയത്തും തന്റെ സമ്പത്ത് മുടങ്ങപ്പോൾ താൻ ആ വീടിനകത്ത് വന്നിരുന്ന് എഴുതി കാണും, 10 പ്രാവശ്യം മുടക്കി. അത് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലായി, മുടക്കിയില്ലടാ ബഹുസമ്പത്തോടെ മടക്കോടാ. ഗ്ലോറി ടു ഗോഡ്. ആരാ ഇതിനകത്ത് പ്രവചനമായിട്ട് ദൂത് ഏറ്റെടുക്കുന്നത്? സിമ്പിളായിട്ട് പരിശുദ്ധമ്മ പറയുകയാ, നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചന എഴുതി വച്ചത് അനുകൂലമാ. പ്രതികൂലമായത് അവൻ പറയത്തേ ഉള്ളൂ. സ്വർഗത്തിലെ ദൂത് എഴുതിയത് നിനക്ക് അനുകൂലമാ. ഇന്ന് രാത്രി പ്രതികൂലത്തിൽ വന്നിരിക്കുന്ന പലരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി സ്വർഗം എഴുതി വെച്ച പ്രമാണം നിന്നെ ഉയർത്തുവാൻ പോകുകയാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറ. അനുഗ്രഹത്തോടെ അവൻ കയറി ചെന്നു. വേദപുസ്തകം പറയുന്നവൻ ചെന്നെടുത്ത അനുഗ്രഹം. എനിക്ക് തോന്നുന്നു ഇങ്ങനെയാ, അദ്ദേഹം കൂടി ചെല്ലുമ്പോൾ ലാബാന്റെ വീട്ടിലെ ആടുകളൊക്കെ കാലുമുടന്തി ആമേൻ പുണ്ണും പിടിച്ച് വളരാത്ത പാലും കൊടുക്കാത്ത കുറെ ആടുകളാ. പക്ഷെ കൃപ ലഭിച്ചവൻ, തിരുവചനം കയ്യിലുള്ളവൻ, ആലോചന കയ്യിലുള്ളവൻ, വാക്തത്വം കയ്യിലുള്ളവൻ ഒരു വീടിന്റെ അകത്തോട്ട് കയറി. ആ വീട് അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് രാത്രിയിൽ കുറെ പ്രവചന ദൂതുമായി ദൈവസന്നിധിക്ക് അകത്തോട്ട് കയറിയ, അത് ഇല്ലായ്മയുടെ നടുവിലോട്ട് കയറിയ ദൈവ പൈതൽ വിളിച്ചു പറ, നിന്റെ കാൽ സ്പർശനം ഇവിടെ ഏറ്റതിനാൽ ഇവിടെ വിടുതൽ നടക്കാൻ പോകുകയാ. ലാബാനെ, നിന്റെ ഇല്ലായ്മ വർദ്ധിക്കാൻ പോകുകയാ. നിന്റെ തകർച്ച മാറാൻ പോകുകയാ. നിന്റെ ശൂന്യത മാറാൻ പോകുകയാണ്. ഇവിടെ എന്റെ ദൈവം അത്ഭുതത്തെ ചെയ്യാൻ പോകുകയാണ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ കയ്യിൽ ദൈവം പറഞ്ഞൊരു ആലോചനയുണ്ട്. എത്ര പേർ പറയാ? യാക്കോബ് പറയാൻ പറ്റും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. ലാബാനെ, നിന്റെ വീട്ടിൽ ആട് പെരുകുന്നത് നിന്റെ കഴിവുകൊണ്ടൊന്നുമല്ല, നീ ദശാംശം കൊടുക്കുന്നതുകൊണ്ടുമല്ല, നീ എന്നെ ഇവിടെ പോറ്റുന്നത് കൊണ്ടുമല്ല. എന്നെ അനുഗ്രഹിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ദൂത് എന്റെ വടിയിൽ എഴുതിയിട്ടുണ്ട്. ഈ രാജ്യത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾ തന്റെ ഇടത്തോടെ നെഞ്ചു നിവർത്തി തല ഉയർത്തി നടക്കണം. നീ എന്ന വ്യക്തി ഇവിടെ ഉള്ളതിനാൽ ഈ നാട്ടിലൊരു അനുഗ്രഹം വ്യാപരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഇതാ ദൈവത്തിന്റെ വാഗ്ദത്തം. ദൈവാനുഗ്രഹം അകത്തുള്ള ദൈവ പൈതൽ ഒരു വീടിനകത്തേക്ക് ചവിട്ടിച്ചെന്ന് അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, അകത്തേക്ക് പ്രവേശിക്കാൻ. എനിക്കുള്ള സകലതും താൻ ഈ വഴിയിലോട്ട് എഴുതി വെച്ചു. ഒരു ദിവസം സ്വർഗത്തിലെ തമ്പുരാൻ പറഞ്ഞു, മോനെ ഒന്നുമില്ല, ഇപ്പൊ നിനക്ക് 2 ഭാര്യ പ്ലസ് 2 കോംപ്ലിമെന്റ്, 12 മക്കൾ പ്ലസ് 1. പ്രൈസ് ദി ലോർഡ്. അമ്മായിപ്പനാന്ന് ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ ഒരു കാര്യം ചെയ്യ്, കുറച്ച് ഇലഞ്ഞിയുടെയും ബദാം മരത്തിന്റെയും അരിഞ്ഞിൽ വൃക്ഷത്തിന്റെയും കൊമ്പിങ്ങോട്ട് വിട്ട്. നമ്മുടെ മലയാള വേളി പറഞ്ഞേക്കുന്ന വെള്ള കാണുന്നവരെ തൊലി ഉരിച്ചെന്ന. എന്റെ ഒറിജിനൽ ഹീബ്രുവിൽ, ഞാൻ ഏൻഷ്യൻ ഹീബ്രു ഒരിക്കൽ പഠിച്ചപ്പോൾ ഒരു റബി ഇങ്ങനെയാ പറഞ്ഞേക്കുന്നത്, തോല് ഉരിച്ചെന്നല്ല, വെള്ള കാണുമാറ് താൻ ഇതിനകത്ത് എഴുതിയെന്ന. എന്തോ എഴുതിയെന്ന, തന്റെ വടിക്കകത്തുള്ളത് മുഴുവൻ അതിനകത്തോട്ട് പകർത്തി വെച്ചു. ആടിന് ഹീബ്രു ഒന്നും അറിയത്തില്ല, ആടിന് ഹീബ്രു റൂട്ടും അറിയത്തില്ല, പക്ഷെ ആടിന്റെ കണ്ണിൽ കറുപ്പും വെള്ളയാ. സ്വത്രം. ആടെ ഉരിയാടപ്രാണി, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ അരിഞ്ഞ വൃക്ഷത്തിനകത്ത് വെള്ളയും കറുപ്പും എന്നോടുള്ള ദൈവാലോചനയുടെ ദൂതുകളാ. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്? നിന്റെ കയ്യിലിരിക്കുന്ന വടി അങ്ങനെ ഇരിക്കരുത്. ഒന്ന് പകർത്താൻ തയ്യാറാകാമോ? നിന്റെ ഹൃദയപ്പലകിൽ ഒന്ന് പകർത്താൻ തയ്യാറാമോ? നിന്റെ നാവിൽ ഒന്ന് പകർത്താൻ തയ്യാറാകുമോ? നിനക്ക് സ്വർഗം വരദാനം തരാൻ പോകുകയാ. കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യ്. നിന്റെ ശൂന്യത മാറാൻ പോകുകയാ. നിന്റെ വടിക്കകത്ത് നീ എഴുതി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആലോചന പകർത്തി വെക്കതിനകത്ത് ആടുകൾ ചനയേൽക്കുമ്പോ ജനിച്ചു വീഴുന്നത് മുഴുവൻ നിന്റെ ദൈവത്തിന്റെ അനുഗ്രഹമായിരിക്കും. മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു. കൂട്ടം അങ്ങോട്ട് പെരുകി. അമ്മായിപ്പൻ ഇപ്പൊ 1 കിട്ടിയാൽ നമ്മുടെ മരുമോന് 5 എണ്ണം കിട്ടി. സ്വത്രം.
എവിടെ നിന്ന് കിട്ടിയതാ? തിരുവചനം. സ്വോത്രം ഒന്ന് ഉറക്കെ പറ. ഞാനൊരു ദൂത് വിളിച്ചു പറയാൻ പോവാ. വചനമില്ലാത്ത അത്ഭുതം ഇവിടം കൊണ്ട് തീരും. എല്ലാ ദിവസവും അത്ഭുതത്തിൽ ജീവിക്കുന്നവനാ ഞാൻ. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. കാരണം തിരുവചനം അകത്തുണ്ടോ അത് നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹമാണ്. എന്റെ അനുഭവം ഒരു വാക്കി പറയാം. 11-ാമത്തെ വയസ്സിൽ യേശുവിനെ സ്വീകരിപ്പാൻ കൃപ ലഭിച്ചു. ഈ 31-ാമത്തെ വയസ്സിൽ 20 വർഷം യേശുവിന്റെ കൂടെ നടക്കുക. 40 പ്രാവശ്യം എന്റെ ദൈവം എനിക്ക് നൽകിയ പ്രേമകാവ്യം വായിച്ചു തീർത്തു. 40 തോന്നില്ല, അതിൽ കൂടുതൽ വന്നിട്ടുണ്ട്. സ്വോത്രം പറഞ്ഞില്ലല്ലോ. ഇന്ന് രാത്രി തിരുവചനത്തിന് വെള്ളി പോകാതെ അകത്ത് നിന്ന് നിൽക്കുന്നതിനാൽ പോകുന്നിടത്തൊക്കെ സ്വർഗം അനുഗ്രഹിക്കുന്നു. ഒരു ദൈവദാസന്റെ കൈവപ്പിലല്ല രോഗശാന്തി വരേണ്ടത്, തിരുവചന പ്രകാരം രോഗശാന്തി പ്രാപിക്കണം. ആരെങ്കിലും കുറച്ച് ഉപ്പും പഞ്ചാരയും വെളിച്ചെണ്ണയും പ്രാർത്ഥിച്ച് വരുമ്പോഴല്ല രോഗശാന്തി വരേണ്ടത്, അവന്റെ അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കാൻ തയ്യാറാകണം. ക്രിസ്തുവിന്റെ സഭ വല്ലവരുടെയും കൈയുടെ കീഴിൽ പോയി നിൽക്കുന്ന കാലം തീരാൻ പോവുകയാണ്. ആലോചന ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിപ്പാൻ ഇന്ന് രാത്രി ദൈവസഭ എഴുന്നേൽക്കണം. ഇവിടെ ഒരു രോഗശാന്തിക്കാരൻ വരുമ്പോഴല്ല രോഗശാന്തി, യേശു ക്രിസ്തുവിന്റെ അടിപ്പിണർ ഉള്ളിടത്തോളം കാലം വിശ്വസിക്കുന്ന നിനക്ക് ഇന്ന് രാത്രിയിലും വിടുതലുണ്ടെന്ന് എത്ര പേർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യ. പോകുന്നിടം മുഴുവൻ അനുഗ്രഹം. സമ്പത്തോടെ മടങ്ങി വരിക. സമയം നമുക്ക് മുമ്പോട്ട് പോകുക. വരുന്ന വഴിയിൽ വേദപുസ്തകം പറയുന്നു, കണ്ട് ഏശാവ് വരുന്നു എന്ന ന്യൂസ്. ഏശാവ് വരുന്നു എന്ന ന്യൂസ് കേട്ടപ്പോൾ നമ്മുടെ യാക്കോബ് പേടിച്ചു. കാരണം അവന്റെ യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അവന്റെ കാല് തലയ്ക്ക് മീതുണ്ടെന്ന്. വേറൊരു നിവർത്തിയില്ല. യാക്കോബ് പറഞ്ഞു, എന്റെ ദൈവമേ, ഒരു വടിയോടുകൂടെ ഞാൻ അങ്ങോട്ട് പോയത്. കൂട്ടൻ രണ്ടാ തണ്ടിപ്പം വരുന്നു 400 ആളുകളുമായിട്ട്. സ്വർഗത്തിൽ അമ്പരാൻ പറഞ്ഞു, വരട്ടെ. നമ്മളെല്ലാം വിചാരിക്കും ദൂതനെ അയച്ച് തടയത്തൊന്നുമില്ല ദൈവം. വരട്ടെ. അവൻ യാക്കോബിനെ അല്ലേ പിടിക്കാൻ വരുന്നേ? അവ ഇവിടെ വരുമ്പോ യാക്കോബ് ഇവിടെ ഉണ്ടാവത്തില്ല. എടോ പിയായ, നീ ആരെ പിടിക്കാനാ വരുന്നേ? യാക്കോബിനെയോ? വാ. പക്ഷെ നീ വരുന്നതിന് മുമ്പ് യാക്കോബ് മാറും. ദൈവം പിശാചിനെ മാറ്റത്തില്ല, ദൈവം പ്രശ്നത്തെ മാറ്റത്തില്ല, സ്വർഗം നിന്നെ മാറ്റും. പറഞ്ഞോട്ടെ. മന്ത്രവാദി, നീ മന്ത്രവാദം അയക്ക്, നീ അയച്ചോ. പക്ഷെ നിന്റെ സാധനം ഇവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ കൊച്ചം മാറിയിരിക്കും. ലോകത്തിലുള്ളവനൊക്കെ വലിയവനാ ഒരുത്തൻ ഇവന്റെ അകത്തുണ്ടെന്ന് ഇവൻ അത് പ്രാപിച്ചിരിക്കും. ഒരു കാര്യം വ്യക്തമാണ്, ഏശാവേ, നിനക്ക് യാക്കോബിനെ തൊടാൻ പറ്റൂ. പക്ഷെ നീ നിന്റെ സ്ഥലത്ത് നിന്ന് ഇവന്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ യാക്കോബ് ഇസ്രായേലായി മാറിയിരിക്കും. എത്ര പേർക്ക് ഈ ദൂത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? നിന്റെ പ്രതികൂല, നിന്നെ തകർക്കാൻ ശത്രു വരുമ്പോ പേടിക്കരുത്. അവൻ നിന്റെ വീട് പടിക്കൽ എത്തുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം നിന്നെ മാറ്റിയിരിക്കും. ഇന്ന് രാത്രി ഇതിനകത്ത് ചിലതിനെ എന്റെ ദൈവം മാറ്റുകയാണ്. സംഭവം വേറെ വ്യക്തമാണ്. ഒരു ദിവസം വടിയുമാട്ടവൻ ഒരു സ്ഥലത്ത് അവശേഷിച്ചു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദൂത് പറയുക. സ്വത്രം. അദ്ദേഹം നേരെ യാബോക്കിന്റെ തീരത്തോട്ട് വന്നു. രാത്രി സർവശക്തനായ തമ്പുരാൻ ഇങ്ങോട്ട് ഇറങ്ങി മനുഷ്യവേഷത്തിൽ. അമ്മായിയപ്പന്റെ വീട്ടിൽ കിടന്ന് എല്ലാ അഭ്യാസം പഠിച്ചവൻ സർവശക്തനെ കയറി ഒരൊറ്റ പിടി പിടിച്ചു. എനിക്കൊന്നു ഏതോ കളരിപ്പൂട്ട് പൂട്ടിയതാ. ഒരൊറ്റ കൽപ്പന, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഹോശേയ പ്രവാചകൻ പറഞ്ഞു, കരഞ്ഞു, അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. പിണങ്ങാതിരിക്കാൻ ഒരു സത്യം പറയാം. കാരണം ഇപ്പൊ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അതുകൊണ്ടാണ്. എടാ, നിനക്ക് എത്ര ആടുണ്ട് എണ്ണിയാൽ അറിയത്തില്ല. ഒട്ടകമുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ബാല്യക്കാരുണ്ടോ? ഉണ്ട്. ഭാര്യയുണ്ടോ? ഉണ്ട്. മക്കളുണ്ടോ? ഉണ്ട്. പിന്നെ ഏതനുഗ്രഹം വേണ്ടേ? സ്വോത്രം പോയി. അപ്പൊ യാക്കോബ് പറയും, അത് മലയാളിയുടെ അനുഗ്രഹം, എന്റെ അനുഗ്രഹം വേറെയാ. ആടും മാടും ഒട്ടകം പിള്ളക്കുട്ടി അല്ല അനുഗ്രഹം. സ്വോത്രം ഒന്നും പറയാത്തെ എന്താ? സ്വോത്രമൊക്കെ പോയതാണ്ടേ. വീടിന്റെ പുറത്ത് ഹെലികോപ്റ്റർ വരാൻ പ്രാർത്ഥിക്കുക, വീടിന്റെ ചോട്ടിൽ എലിപ്പോട് വരാതെ നോക്കിക്കോണം. സ്വോത്രം പറഞ്ഞാട്ടെ. ഭൂമിയിലെ ആടും മാടും അല്ല സാറേ അനുഗ്രഹം. അനുഗ്രഹം വേറെ, ആട് വേറെ. അനുഗ്രഹം വേറെ, പിള്ളക്കുട്ടി വേറെ. അത് പഴയ നിയമത്തിലാ പിള്ളക്കുട്ടി അനുഗ്രഹം. പഴയ നിയമത്തിലാ നീ പോകുമ്പോൾ അനുഗ്രഹം, വരുമ്പോൾ അനുഗ്രഹം, തൊട്ടി അനുഗ്രഹം, പിള്ള അനുഗ്രഹം. സ്വോത്രം. പുതിയ നിയമത്തിൽ ഉയരത്തിലതാ. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, എന്റെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലതും ചവറെണ്ണുകയാ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നിന്റെ ഉള്ളിൽ ഈ ചിന്ത വന്നേ മതിയാകത്തുള്ളൂ. ഭൗതികത്തിന്റെ പുറകിൽ ആത്മീകത്തെ വിട്ടുകളഞ്ഞ് നന്മ 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 എന്ന് പറഞ്ഞ് ഈ മണ്ണിന്റെ പുറകെ ഓടിപ്പോയി ആയുസ് കളയാതെ ഇന്ന് രാത്രി മടങ്ങി വാ. ദൈവം നിന്നെ വിളിക്കുകയാണ്. സ്വർഗത്തിലെ അനുഗ്രഹം നിന്റെ മേൽ നൽകി ജയത്തോടെ നടത്താൻ. പഴയ നിയമത്തിൽ ജീവിച്ച പുതിയ നിയമത്തിന്റെ വെളിപ്പാടുകാരനായ യാക്കോബ്, ആടും മാടും എല്ലാം ഉണ്ടായിട്ട് ഓൻ പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല.
എത്ര പേർ കേൾക്കുന്നുണ്ട്? നിങ്ങൾക്കറിയാമോ, രാത്രി മുഴുവൻ സ്വർഗത്തിലെ ദൈവത്തെ നോക്കിയിട്ട് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. പ്രഭാതമായപ്പോ രംഗം മാറി. പ്രഭാതമായപ്പോ ദൈവം തിരിച്ച് ഇവനോട് പറയാ, എന്നെ വിടറാ. രാത്രി മുഴുവൻ ദൈവത്തോട് കെഞ്ചി. വെളുപ്പം കാലമായപ്പോ ദൈവം യാക്കോബിനോട് കെഞ്ചുക, എന്നെ വിടടാ. പ്രാർത്ഥിക്കുന്ന ദൈവമൊക്കെ അത് മനസ്സിലാവുന്നുണ്ട്. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നീ സ്വർഗത്തിലെ ദൈവത്തെ ബന്ധിക്കുകയാ. നീ അവനെ ബന്ധിച്ചാൽ ഒരു സമയം വരുമ്പോ ദൈവം പറയും, എന്നെ വിടടാ. അപ്പൊ വേദോസ്തം പറയുന്നത്, ഉഷസ്സായപ്പോൾ ദൈവം പറഞ്ഞു, എന്നെ വിടുക. അപ്പൊ എനിക്കൊരു കൊച്ചു ചോദ്യം, സൂര്യൻ ഉദിച്ചത് കൊണ്ടാ വിടാൻ പറഞ്ഞേ? എന്തുകൊണ്ടാ നീ വിടാൻ പറഞ്ഞ? മറുപടി, ഡാ എന്നെ ഇനിയും പിടിക്കരുത്, വിടറ. അതെന്താ കർത്താവേ? പാലും കൊണ്ട് ആള് വരുന്നുണ്ടോ? ആടിനെ കുളിപ്പിക്കാൻ ഈ തോട്ടിൽ ആള് വരുന്നുണ്ടോ? രാവിലെ ജോലിക്ക് കൊണ്ട് എന്നോട് കുളിക്കാൻ വരുന്നുണ്ട്. അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥനായ എന്നെ നീ പിടിച്ചിങ്ങനെ ബന്ധിച്ചത് കണ്ട മാനം പോടാ. പ്രാർത്ഥിക്കുന്ന വിശുദ്ധനെ, മനസ്സിലായോ നിന്നോട്? നീ നിന്റെ നിലവിളി നിർത്തുന്നത് വരെ, നിന്റെ കണ്ണുനീര് തോരുന്നത് വരെ, നിന്റെ മുറിവിട്ടു പോകാൻ നിന്റെ ദൈവത്തിന് പറ്റില്ല. പ്രാർത്ഥിക്കുന്ന എത്ര ദൈവം ഇതിനകത്തുണ്ട്? അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങുക. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ സർവശക്തനായ തമ്പുരാനെ ബന്ധിച്ചിട്ട് പറയുകയാ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പ്രഭാതത്തിൽ ദൈവം എന്നെ വിട്. അവൻ ചോദിച്ചു, സ്തോത്രം, വിടത്തില്ല. പേരെന്താ? യാക്കോബ് എന്ന് പറഞ്ഞാൽ തലയ്ക്ക് മീതെ യേശാവിന്റെ കാലുള്ളവൻ. സ്വർഗം പറഞ്ഞു, ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇനി നിന്റെ പേര് ഇസ്രായേൽ. ഒന്ന് ഹോൾഡ് ചെയ്തേ, ഒരു കാര്യം പറയാൻ പോവാ. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം കൈ കൊണ്ട് കുതികാൽ പിടിച്ചവൻ. ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം യോത് സർ ഏൽ. യോത് സർ ഏൽ. സർ എന്നാൽ തല. യോത് സർ എന്നാൽ തല തിരിച്ചവൻ. ഏൽ എന്നാൽ യഹോവ. ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ തല തിരിച്ചവൻ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? യാബോക്കിന്റെ തീരത്ത് സ്വർഗത്തോട് മല്ല് പിടിച്ച് ഉടമസ്ഥനായ സർവശക്തനെ ദൈവത്തിന്റെ തല തങ്കലേക്ക് തിരിച്ചവനായ യാക്കോബ്. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, എടാ അഖിലാണ്ടം മൊത്തം പടച്ച എന്നെ നിന്നിലേക്ക് ശ്രദ്ധ തിരിപ്പിച്ച നീ ഇനി യാക്കോബല്ല, എന്റെ തല തിരിച്ച നിന്റെ തല ഞാൻ ഇന്ന് തിരിക്കാൻ പോകുകയാ. ഇനി നിന്റെ മേൽ അവന്റെ കാല് വരത്തില്ല. ഇനി ശത്രു നിന്റെ മേൽ ജയം കൊള്ളത്തില്ല. കാരണം നീ എന്റെ തല തിരിച്ചവനാ. നിങ്ങൾ വീട്ടിൽ പോയി ചരിത്രം അങ്ങോട്ട് വായിച്ചു നോക്ക്. യാക്കോബിന്റെ തലമുറ എവിടെ പോയാലും ഉടമസ്ഥന്റെ കണ്ണ് അവന്റെ മേലുണ്ട്. ഫലസ്തീന്റെ നാട്ടിൽ കിടന്ന് അവൻ നിലവിളിക്കുക, സർവശക്തൻ അങ്ങോട്ട് തല തിരിച്ചു. മിസ്രൈമിൽ കിടന്ന് ഇസ്രായേൽ നിലവിളിക്കുക, ദൈവം അങ്ങോട്ട് തല തിരിച്ചു. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? മിദ്യാനർ അവരെ പീഡിപ്പിച്ചു, സ്വർഗം അങ്ങോട്ട് നോക്കി. ഇസ്രായേൽ എവിടെ പോയാലും ദൈവത്തിന്റെ കണ്ണ് അവന്റെ നേരെയാ. എന്തുകൊണ്ടാ ദൈവമേ ഇസ്രായേൽ എവിടെ പോയാലും നീ അങ്ങോട്ട് നോക്കുന്നത്? മറുപടി, ഇവരുടെ പിതാവായ യാക്കോബ് അന്നൊരിക്കൽ എന്റെ തല തിരിച്ചതാണ്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി നീ ദൈവത്തിന് വേണ്ടി നിൽക്കുമെങ്കിൽ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി നിന്റെ ദൈവം നിൽക്കും. ദൈവത്തിന്റെ തല തിരിച്ചവൻ, സർവശക്തങ്ങളിലേക്ക്. ഇന്ന് രാത്രി ഇവിടെ പലരും പ്രാർത്ഥിച്ചും ആരാധിച്ചും തമ്പുരാനെ തലതിരിക്കുക. തമ്പുരാനെ തങ്കലേക്ക് ശ്രദ്ധ തിരിപ്പിക്കുക. ആരെങ്കിലും ഒക്കെ മിണ്ടാതിരിക്കുന്ന അവർ മിണ്ടാതിരിക്കട്ടെ. നീ സ്തോത്രം പറ. നിങ്കലേക്ക് സ്വർഗം മുഖം തിരിക്കാൻ പോവാ. അടുത്തിരിക്കുന്നവരെ മറന്ന് അന്യഭാഷ പറഞ്ഞു തുടങ്ങ്. നിങ്കലേക്ക് സ്വർഗം മുഖം തിരിക്കാൻ പോവാ. നീ അടുത്തിരിക്കുന്നവരെ മറന്നു കളഞ്ഞ് ആരാധിക്കാൻ തുടങ്ങ്. ഇന്ന് നിന്നെ നോക്കാൻ പോവാ ദൈവം. ഒരു കാര്യം വ്യക്തമാണ്, നിന്നെ സ്വർഗം നോക്കിയാൽ ആ ഒരൊറ്റ നോട്ടത്തിൽ നിന്റെ ജീവിതം മാറാൻ പോകുകയാ. അർത്ഥം ഇത്രയേ ഉള്ളൂ, യേശാവ് വരട്ടെ. അവൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ നിന്റെ തല തിരിക്കാൻ പോകുകയാ, നിന്റെ അവസ്ഥ മാറ്റാൻ പോകുകയാ. ഇനിയും അവന്റെ കാല് നിന്റെ ഉച്ചിയുടെ പുറത്തുണ്ടാകത്തില്ല. കാരണം നീ ദൈവത്തിന്റെ പ്രഭുവാ. മുമ്പോട്ട് പോയിക്കോട്ടെ. അങ്ങനെ യാക്കോബ് അവിടെ വെച്ച് അനുഗ്രഹം പ്രാപിച്ചു. ഏതനുഗ്രഹമാ? ഇസ്രായേൽ എന്ന പേര്. മനസ്സിലായോ? ഇവനറിയാം ഈ അനുഗ്രഹം ഇല്ലെങ്കിൽ ആടും മാടും എല്ലാം പോക്കാന്ന്. ഇന്ന് രാത്രി നിന്റെ നന്മ നിലനിൽക്കണോ? സ്വർഗത്തിൽ അനുഗ്രഹം തലേ വേണം. നന്മ അനുഗ്രഹം അല്ലെന്ന് ആദ്യം പഠിച്ചിട്ട് അനുഗ്രഹം പ്രാപിച്ചിട്ട് പോ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ, നിന്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ. കരങ്ങൾ അടിച്ച് കർത്താവിനെ ഉറക്കെ സ്തുതിക്കാൻ തയ്യാറാകുമോ?
ഇന്ന് രാത്രി ആരാധിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിങ്കിലേക്ക് മുഖം തിരിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. സമയമേറെയില്ല, മുമ്പോട്ട് പോകുക. വിശദീകരിക്കാൻ ഒരുപാട് കാര്യം കിടക്കുക. അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. വേദപുസ്തകം പറയുന്നു സ്വർഗം ഇസ്രായേലിനെ മാറ്റി, യാക്കോബിനെ മാറ്റി. അവന്റെ പേര് ഇസ്രായേൽ എന്ന. കരങ്ങൾ ഉയർത്തി എല്ലാവരും പറ, ദൈവത്തിന്റെ തലതിരിച്ചവൻ. കരങ്ങൾ ഉയർത്തി പറ, ദൈവത്തിന്റെ തലതിരിച്ചവൻ. ഉറക്കെ പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ തല തങ്കലേക്ക് തിരിച്ചവൻ. ഓ എനിക്ക് പറയാം, വീണ്ടും ദൈവം എന്നോട് പറയുന്നുണ്ട്. ഞാൻ പറയുക, ഇവിടെ നിന്ന് ദൈവമക്കൾ ചിലത് പ്രാർത്ഥിക്കുമ്പോൾ ചിലത് ഉള്ള ഉരുകി പ്രാർത്ഥിക്കുന്നുണ്ട്, ചിലത് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. മുൻവിധിയോടല്ല, ദൈവത്തെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഇന്ന് ഈ വർഷിപ്പ് സെന്ററിനുള്ളിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് നേരെ മുഖം തിരിക്കാൻ പോകുകയാണ്. ദൈവം നിന്നെ നോക്കിയാൽ നിന്റെ സ്ഥിതി ഇന്ന് രാത്രി മാറാൻ പോകുകയാണ്. ഇതൊരു അത്ഭുതത്തിന്റെ രാത്രിയായി എന്റെ ദൈവം മാറ്റുകയാണ്. അടുത്ത ഭാഗത്തേക്ക് വേഗം പോകുക. യാക്കോബ് നേരെ മുമ്പോട്ട് വന്നു. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഇപ്പോൾ അവന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. എനിക്കിതാ വിഷയം, ഇതാണ് എന്റെ അടുത്ത പ്രധാന വിഷയം. പണ്ട് ഈ വടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്ന ഇപ്പം മുടന്തനായി പുള്ളി. സ്തോത്രം. ഇപ്പൊ കാല് പോയി. ഇപ്പൊ പണ്ട് ഉയർത്തിപ്പിടിച്ച വടി ഇപ്പൊ തനിക്ക് കുത്തുവടിയാ. സ്തോത്രം. യാക്കോബ് ഇനിയുള്ള ആയുസ് മൊത്തം ഇതിനെ താങ്ങിയ നടക്കാൻ പോവുക. ഇത്ര നാൾ ഞാൻ എന്റെ ബലത്തിൽ നടന്നു, ഇനിയുള്ള നാൾ മുഴുവൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും എന്റെയും പിതാവായ ദൈവം എന്നോട് പറഞ്ഞ ആലോചനയെ ഊന്നി നടക്കാൻ പോവാ. ഇന്നലെ വരെ ശത്രുവിനെ പേടിച്ചോടിയവനാ, വഞ്ചനയിൽ പെട്ടവനാ, അനേകരെ കബളിപ്പിച്ചവനാ. ഇനി ഞാൻ നടക്കത്തില്ല. ഇനി മുതൽ ഈ വടിയെ ഊന്നി നടക്കാൻ പോവാ. വ്യക്തമായിട്ട് ഞാൻ പറയാം, നിന്റെ ആരോഗ്യമുള്ള സമയത്ത് നീ ചെയ്യാത്തത് നീ ഈ മുടന്തി നടക്കുന്ന കാലത്ത് ചെയ്യാൻ പോവാ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ മുടന്തം കാലം കൊണ്ട് നേരെ മിസ്രൈമിലേക്ക് ചെന്നു. ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രജയെ, ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ അധിപനെ ഇവൻ അനുഗ്രഹിച്ചു. സ്വർഗത്തിലെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? നാടുകാർക്കും വീട്ടുകാർക്കും മുഴുവൻ കുഴപ്പക്കാരനായിരുന്ന ഇവൻ അന്നത്തെ രാജാവിനെ അനുഗ്രഹിക്കുക. എവിടുന്ന് കിട്ടിയ ഈ ബലം? മറുപടി, അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥനെ മുഖം തിരിക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ ഇവന്റെ തലയ്ക്ക് നേരെ കൈവച്ച് അനുഗ്രഹിക്കാനും എന്റെ മേൽ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. ഈ രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിന്റെ അതരം തുറന്നവനെ ആരാധിക്കാൻ തുടങ്ങുക. നിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന സ്തോത്ര ആരാധന വിടുതലായി മാറുകയാ. ഹല്ലേലൂയ. അടുത്ത പ്രധാന വിഷയത്തിലേക്ക് ഞാൻ പോകുകയാ. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ യാക്കോബിന്റെ ഏറ്റവും ഇളയ മകന് തൊട്ടു മുമ്പുള്ള ജോസഫിന് രണ്ട് മക്കളുടെ പേര്, ഒരുത്തന്റെ പേര് എഫ്രയീം, മറ്റൊരുത്തന്റെ പേര് മനശ്ശെ. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വേഗം പോകുന്നത്, അതുകൊണ്ട് ആളുകളൊന്നും തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. ആമേൻ. രണ്ട് മക്കൾ, ഇവർ രണ്ടുപേരും രണ്ട് സ്വഭാവക്കാരാ. സ്തോത്രം. മനസ്സിലായോ? ഹലോ. ഇവർ വീട്ടിനകത്തോട്ട് ചെന്ന് കയറുമ്പോൾ അച്ചായനെ നോക്കുമ്പോൾ അന്യഭാഷ, അമ്മാമ്മയെ നോക്കുമ്പോൾ മറുഭാഷ. ജോസഫ് ദൈവത്തെ സേവിക്കുന്നു, അമ്മാമ്മ വേറെ എന്തിനു സേവിക്കുന്നു. പിള്ളേർക്കാകെ കൺഫ്യൂഷൻ. ഹലോ. ഇപ്പൊ എഫ്രയീം മനുഷ്യൻ പറയും അതാണോ ശരി, ഇതാണോ ശരി. എന്റെ ഭാഷ പറഞ്ഞ ഇപ്പൊ ഇവർക്ക് ഡുവൽ പേഴ്സണാലിറ്റിയാ. ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ ചിലരെ പോലെ സ്വത്രം, ഇവിടെ ഒരു സ്വഭാവം, വീട്ടിലൊരു സ്വഭാവം. ഇവിടെ ഇരിക്കുന്ന പോലൊക്കെ കുടുംബത്തിൽ ഇരുന്നതിൽ ഒറ്റ കുടുംബത്തിലും പ്രശ്നം ഉണ്ടാവത്തില്ല. സ്വത്രം. ഞാൻ ഇവിടെ ഇരിക്കുന്ന പോലെ ശാന്തമായ മുഖമൊക്കെ ചിരിച്ചോണ്ടിരുന്നെങ്കിൽ എവിടെ കുടുംബ പ്രോബ്ലം? ഇതില്ലെന്നാ, അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം നമ്മളിൽ പലർക്കും രണ്ട് സ്വഭാവമാണ്. ദൈവമേ, ഈ സഭായോഗത്തിൽ വന്ന സ്വഭാവം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അങ്ങനെ ബന്ധനവും കെട്ടും പോരാട്ടവും ബന്ധനവും ഇതെല്ലാം അങ്ങ് തീരുവന്നു. സ്തോത്രം. അപ്പൊ ജോസഫ് വാസ്തവത്തിൽ എഫ്രയീം മനശ്ശെ അനുഗ്രഹിക്കേണ്ട ജോസഫ് പറഞ്ഞു, ഞാൻ ഇവരെ അനുഗ്രഹിക്കത്തില്ല, കാരണം ഇവർക്ക് രണ്ട് സ്വഭാവമാണ്. ഈ രണ്ട് സ്വഭാവം ഉള്ളവരെ അനുഗ്രഹിക്കാൻ കഴിവുള്ള ഒരാളുണ്ട് ഈ ഉലകത്തിൽ, അതെന്റെ അപ്പനാ. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഈ രണ്ട് സ്വഭാവമുള്ളവരെ അനുഗ്രഹിക്കാൻ കഴിവുള്ള ഒരൊറ്റ ആളെ ഉള്ളൂ ഈ പ്രപഞ്ചത്തിന്റെ കീഴിൽ, അതെന്റെ അപ്പന. കാരണം അങ്ങേർക്ക് രണ്ട് സ്വഭാവമാണ്. അങ്ങനെ ഇടയ്ക്ക് യാക്കോബും ഇടയ്ക്ക് ഇസ്രായേലുവാ. ഈ കൃപയുള്ളവർക്ക് ഈ കൃപയുള്ളവരെ അനുഗ്രഹിക്കാൻ പറ്റും. ഇവിടെ ആ പ്രശ്നം കിടക്കുന്നത്. ഒരു മനുഷ്യൻ തന്റെ ആയുഷ്കാലം മുഴുവൻ ഒരുപാട് കാര്യം ചെയ്തു. ദൈവാലോചനയിൽ ഊന്നി നടന്നവൻ വന്ന് തന്റെ ജീവിതത്തിന്റെ ഒടുവിൽ വന്നിരിക്കുക. രണ്ട് മക്കളെ പിടിച്ച് മുമ്പോട്ട് നിർത്തി അവരെ വലം കൈ കൊണ്ട് അനുഗ്രഹിക്കാൻ തുടങ്ങുക. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ മിനിറ്റ് നമുക്ക് ബാക്കിലോട്ടൊന്ന് പോവാം. പണ്ട് നമ്മുടെ ഈ സഹോദരൻ യാക്കോബ് അനുഗ്രഹം വാങ്ങിച്ചത് കബളിപ്പിച്ച, പുറത്ത് ഏശാവിന്റെ വേഷവും അകത്ത് യാക്കോബുമായിരുന്ന അവൻ ആദ്യജാതന്റെ അനുഗ്രഹം വാങ്ങി. പക്ഷെ തന്റെ ജീവിതത്തിന്റെ ഒടുവിൽ ഒരു കപടവേഷത്തിലല്ല അനുഗ്രഹം, കൺമുമ്പിൽ നേരിട്ട് അനുഗ്രഹിക്കാൻ പോവുക. മനസ്സിലാകുന്ന സ്വത്രം പറഞ്ഞാട്ടെ. ഇതാ പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും വെളിപ്പാട്.
പഴയ നിയമത്തിൽ മനുഷ്യൻ കപടത നടിച്ച് പുറത്തൊരു വേഷം കെട്ടി അകത്ത് അശുദ്ധി വെച്ചോണ്ട് അനുഗ്രഹം പ്രാപിച്ചു. പുതിയ നിയമത്തിൽ സ്വർഗം പറഞ്ഞു, ഒരിക്കലും ഒരു വേഷം കെട്ടണ്ട, നേരിട്ട് അനുഗ്രഹിപ്പാൻ സ്വർഗം പദ്ധതിയിട്ടിരിക്കുക. എന്തുകൊണ്ടാ അനുഗ്രഹിക്കുന്നത്? നിന്റെ മേൽ ഒരു ദൈവനീതി വ്യാപരിക്കാൻ പോവുക. നിന്റെ മേൽ ഒരു ദൈവനീതി വ്യാപരിക്കാൻ പോവുക. ആ നീതി കാരണം നീ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണമേ. യാക്കോബിന്റെ മുമ്പിൽ 2 മക്കൾ നിൽക്കുന്നു. മൂത്തവൻ വലം കൈക്ക് നേരെയും ഇളയവൻ ഇടം കൈക്ക് നേരെ നിൽക്കുകയാ. അപ്പച്ചന്റെ മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. മൂത്തവൻ പറയുന്നു, എന്റെ പപ്പാപ്പച്ചൻ എന്റെ തലയിൽ വലം കൈ വെക്കും. ഇടം കൈക്കാരൻ പറയുന്നു, എന്നാ ചെയ്യാനാ, ഇവൻ വന്നോണ്ട് എനിക്ക് ഇടം കൈയെ കിട്ടൂ, സ്വത്രം. മൂത്തവൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോ കൈ അവന്റെ നേരെ പുറപ്പെട്ടു. പക്ഷെ അവിടെ വെച്ച് തിരിഞ്ഞു. വലം കൈ ഇളയവന്റെ തലയെ വെച്ചു. ഇടം കൈ മൂത്തവന്റെ തലയെ വെച്ചു. അങ്ങനെ മൂത്തവന്റെ കയ്യിലും ഇളയവന്റെ കൈ പിണച്ചു വെച്ചു. നമ്മുടെ യാക്കോബിന്റെ കൈ ഇപ്പോൾ ഈ ക്രോസായി. സ്വത്രം പറഞ്ഞാട്ടെ. ക്രൂശിന്റെ വെളിപ്പാട് അവിടെ വന്നു. മനസ്സിലായോ ഞാൻ പറയുന്നത്? ഇതിനകത്ത് രഹസ്യം കിടക്കുന്നത്. വരുംകാലത്ത് തന്റെ ഓമനപുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ ദൈവം ഭൂമിയിൽ ചെയ്യാൻ പോകുന്ന മഹത്തായ പ്രവൃത്തിയുടെ ഒരു ചെറിയ അടയാളമാണ് ആ മിസ്രൈമിൽ ദൈവദാസൻ ചെയ്തത്. അവൻ പറഞ്ഞു, എന്റെ കൈ ക്രോസായി. ക്രോസായപ്പോൾ ഒരു അത്ഭുതം നടന്നു. മൂത്തവന് ഇടം കൈയും ഇളയവന് വലം കൈയും കിട്ടി. ഒന്നുകൂടെ പറഞ്ഞാൽ, പ്രതീക്ഷിക്കുന്നവന് കിട്ടാതെ പോയി, പ്രതീക്ഷിക്കാത്തവന് കിട്ടി. ഇത് കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒരിക്കലും നന്മ വരുമെന്ന്, ഒരിക്കലും അനുഗ്രഹം വരുമെന്ന് പ്രതീക്ഷിക്കാത്തവന്റെ മേൽ സ്വർഗം അനുഗ്രഹം അയച്ചു. ഒരു മിനിറ്റ് ഞാൻ ഗോൽഗോഥയിലേക്ക് പോകുകയാ. കാൽവറിയുടെ മെട്ട് ക്രിസ്തു കിടക്കുമ്പോ പിതാവായ ദൈവം തന്റെ ഓമനപുത്രനെ നോക്കി, മാനവരാശിയെ നോക്കി. വലത്തെ കൈ അവന്റെ തലയിൽ വെക്കാൻ അവൻ യോഗ്യനാ. ഒരു മിനിറ്റത്തേക്ക് എന്റെ അപ്പൻ വലതുകരം മാനവരാശിക്ക് നേരെ നീട്ടി. ഇടതുകരം തന്റെ പുത്രന്റെ പേരെ നീട്ടുമ്പോ ക്രൂശിൽ നിന്നൊരൊറ്റ ശബ്ദമുയർന്നു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? മനസ്സിലാകുന്നു ഞാൻ പറയുന്നത്? യാക്കോബ് തുടക്കത്തിൽ കഷ്ടതയിലെ തുടങ്ങിയത്, ഒടുക്കത്തിൽ ക്രൂശിൽ അവസാനിച്ചു. കരങ്ങൾ ഉയർത്തി ആമേൻ ഉറക്കെ പറഞ്ഞാട്ടെ. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാ. ജീവിതം പരാജയത്തിൽ തുടങ്ങി, ക്രൂശിന്റെ ചോട്ടിൽ ജീവിതം അവസാനിപ്പിച്ചു. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ക്രൂശിന്റെ അടയാളമായി കൈപ്പിടച്ചു വെച്ച് അർഹതയില്ലാത്തവന്റെ തലയ്ക്ക് മീതെ അനുഗ്രഹം പകർന്നിട്ട് അവൻ ചെയ്തൊരുന്ന ഒരു നടപടിയുണ്ട്. ഇത്രയും നാളും തന്റെ പിതാക്കന്മാരോട് സ്വർഗം നൽകിയ വാഗ്ദത്തങ്ങൾ എഴുതി വെച്ച വടിയുടെ അഗ്രത്ത് ചാരി നമസ്കരിച്ചു. ഏറ്റവും മുകളിൽ ചാരി ഒരു ഹല്ലേലൂയ ഉറക്കെ പറ. എന്തിനാണ് അവൻ മുകളിൽ ചാരിയത്? കാര്യം ഇത്രേ ഉള്ളൂ. ഏറ്റവും ചുവടിൽ അബ്രഹാം, അതിന്റെ മുകളിൽ ഇസഹാക്ക്, അതിന് മുകളിൽ യാക്കോബ്. ഹലോ, എന്റെ ദൈവം അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാ. സ്വർഗം മുപ്പിതാക്കന്മാരുടെ ദൈവമാ. അവരോടുള്ള ദൂത ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരോട് ദൈവം പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തം, അവൻ പറഞ്ഞ ഡോക്യുമെന്റ് സൈൻ ചെയ്യാൻ സ്വർഗം തന്നെ വരണം. ഹലോ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഏറ്റവും മുകളിൽ ചാരിയെ ഇവിടെ ഇവിടെ സൈൻ ചെയ്യേണ്ട സ്ഥലം ഈ സൈൻ ചെയ്ത സ്ഥലത്ത് ഇവിടെയാണ് നോക്കി അനുഗ്രഹിക്കേണ്ടത്. ഇവിടെയാ സ്വർഗം സൈൻ ചെയ്യേണ്ടത്. എന്നാലേ ഈ ഡോക്യുമെന്റ് പൂർണ്ണമാകൂ. എന്താണ് ഈ വടി? കാൽവറി ക്രൂശാണ് ഈ വടിയുടെ രഹസ്യം. പിതാക്കന്മാരോട് സ്വർഗം ചെയ്ത വാഗ്ദത്തം ക്രൂശിൽ നിവർത്തിക്കപ്പെട്ടു. എത്ര പേർക്ക് മനസ്സിലായി? മനസ്സിലായില്ല, എന്നെ കുറ്റം പറഞ്ഞേക്കരുത്. സമയം എനിക്ക് ഇത്ര തന്നുള്ളത് കൊണ്ടാണ്. ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. ഇത്രയും സ്വർഗം ചെയ്ത വാഗ്ദത്തവും നടപടികളും സൈൻ ചെയ്യണം. ആര് സൈൻ ചെയ്യണം? നൽകിയവൻ സൈൻ ചെയ്യണം. അങ്ങനെയാണ്. ഇനി നമുക്ക് ക്രൂശിലേക്ക് ഒന്ന് പോകാം. ദാണ്ട കിടക്കുന്നു കർത്താവ് ക്രൂശിൽ. 3 കുരിശുണ്ട്, അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. 3-ൽ 2 കള്ളന്മാരുടെ കുരിശ, ഒന്നേ ഉള്ളൂ യേശുവിന്റെ. അപ്പൊ ക്രൂശൊക്കെ കണ്ടാൽ യേശുവിന്റെ ആരും ചിന്തിക്കരുത്. 2-ൽ 1 ഉള്ളൂ, 3-ൽ 2, 3-ൽ 1 ഉള്ളൂ യേശുവിന്റെ. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ കുരിശിന്റെ മുകളിൽ ദാണ്ട് ഒരു എഴുത്തുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. നസ്രയനായ യേശു, യഹൂദന്റെ രാജാവ്. പീലാത്തോസ് എഴുതി വെച്ചു. പീലാത്തോസ് എഴുതി വെച്ചിട്ട്
യഹൂദന്മാർ വന്നിട്ട് പറഞ്ഞു, പീലാത്തോസ് ഇത് മായ്ക്കണം. പീലാത്തോസ് പറഞ്ഞു, നോ 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 നോ, ഒരിക്കലും പറ്റത്തില്ല. അതെന്താ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. എഴുതിയത് എഴുതി. സത്യം പറഞ്ഞ എനിക്ക് പീലാത്തോസിനോട് അഭിമാനം തോന്നിയത് അപ്പോഴാ. ഞാൻ ഒരു ദിവസം വായിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ ആത്മാവി പോയി ഒക്കെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇപ്പോഴാണ് ആണായെന്ന്. സ്വത്രം. ഇത്രയും നേരം അമ്മമാർ പറഞ്ഞ് മുഴുവൻ കേട്ടോണ്ടിരിക്കുക, ഇപ്പോഴാണ് നീ ആണായത്. എഴുതിയത് എഴുതി. നീ എഴുതിയതല്ലടോ, നിന്നെ കൊണ്ട് എഴുതിപ്പിച്ച. കാരണം ഇതെന്റെ അമ്പുരാന്റെ പരിപാടിയാ. എന്തുകൊണ്ടാണ് യഹൂദൻ ഇത് മായ്ക്കാൻ പറഞ്ഞത്? കേൾക്കണമേ. യഹൂദന്മാരുടെ രാജാവ് നസ്രനായ യേശു എന്ന് യഹൂദ ഭാഷയിൽ എഴുതിയപ്പോ ഇങ്ങനെ അവർ എഴുതിയത്, യഹോശുവ നസ്രി വഹ്മേലഖ് അയൂദം. കുറിച്ച് വെക്കോ, അന്യഭാഷയുടെ കൂട്ടത്തിൽ പറയാം. യഹോശുവ നസ്രി വഹ്മേലഖ് അയൂദം. കാരണം 35 വർഷമായിട്ട് നീ രാജാരാജൻ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, ഇതുകൂടെ കിടക്കട്ടെ. എന്ന് എഴുതിയപ്പോ യഹൂദൻ പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് പറ്റില്ല, ഇത് മാറ്റിയേ പറ്റൂ. കാരണം ഇവർക്ക് ഇതുപോലെ എന്തെങ്കിലും കിട്ടിയാൽ ഉടനെ അവർ പഠിക്കാൻ തുടങ്ങും. യഹൂദൻ പഠിച്ചപ്പോൾ അതെന്തുവാ? ഇവർ ആദ്യത്തെ അക്ഷരം അങ്ങോട്ട് പറക്കെടുത്തു. യഹോശയുടെ വയ്യും ഹനാസ്ത്രിയുടെ എച്ചും വഹ്മേലക്കിന്റെ വിയും ഹയൂദത്തിന്റെ എച്ചും എടുത്തപ്പോ YHVH YHVH എന്നാൽ യാഹുവേ. അയ്യോ, അടുത്തത് പറയാം. പെസക കുഞ്ഞാടിനെ കൊണ്ടുവരുമ്പോ പെസക കുഞ്ഞാടിനെ കൊണ്ടുവന്നതിന്റെ പേര് അവന്റെ കഴുത്തി കാണണം. ഞാൻ പെസകക്കാടിനെ കൊണ്ട് യെരൂശലേമിൽ ചെന്നാൽ എന്റെ പേര് ആടിന്റെ കഴുത്തിൽ വേണം. ജോൺ ലോറൻസ് പുനലൂർ എന്ന് നീളത്തിൽ എഴുതിയാൽ ഒരുപാട് തകിട് വേണം. അതുകൊണ്ട് ജോണിന്റെ ജെയും ലോറൻസിന്റെ എല്ലും പുനലൂരിന്റെ ബിയും കൂടെ JLP എന്ന് എഴുതിയിട്ട് കഴുത്തിൽ തൂക്കിക്കൊണ്ടുപോകും. സ്വത്രം. അപ്പൊ JLP ആടിനെ കണ്ടിട്ട് പറയും, സ്വർഗത്തിലെ ദൈവമേ, ജോൺ ലോറൻസിന്റെ ആട് വന്നിട്ടുണ്ട്, താണ്ടെ നിനക്ക് വേണ്ടി പെസക കുഞ്ഞാട്. സ്വത്രം. അപ്പൊ താണ്ടെ കിടക്കുന്നു. 3 ആരാ പെസക കുഞ്ഞാട്? ഇതിൽ ആരുടെ ആടാ? ഇത് ആരുടെ ആടാ? ബോർഡ് നോക്കിയാലേ വായിക്കാൻ പറ്റൂ. 2 കള്ളന്മാർക്കും ബോർഡില്ല. നടുക്ക് കിടക്കുന്നതിന് മുകളിൽ യോധേ ബൗഹേ യാഹുവേ എന്ന് പറഞ്ഞാൽ അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥനായ ദൈവത്തിന്റെ പെസക കുഞ്ഞാടത്രേ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയ ഭക്തന്മാർക്ക് സ്വർഗം എഴുതി കൊടുത്ത പ്രമാണത്തിന് കാൽവറി ക്രൂശിൽ വെച്ച് സ്വർഗം തന്റെ പേരെഴുതി സൈൻ ചെയ്തു. എത്ര പേർ ഹല്ലേലൂയ പറയാൻ തയ്യാറാകും? ഇന്ന് രാത്രിയിൽ അതിന്റെ മുകളിൽ വെളിപ്പെടുകയാ. അതിനർത്ഥം യഹോവ. ഈ കിടക്കുന്നത് യഹൂദ നിന്റെ ആടല്ല, ഈ കിടക്കുന്നത് പരീക്ഷ നിന്റെ ആടല്ല, ഈ കിടക്കുന്നത് യഹോവയുടെ ആടാണ്. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റും? ഈ വെളിപ്പാട് മുൻപ് കണ്ട ദൈവഭക്തൻ വിളിച്ചു പറയുകയാ, ഞാൻ അവിടെ നമസ്കരിക്കുകയാ. അതിന്റെ അർത്ഥം ഒരു ദിവസം എന്റെ നമസ്കാരത്തിന്റെ ഈ സ്ഥലത്ത് എന്റെ അപ്പന്റെ പേര് വരും, അവൻ പേരെഴുതും, അതിന് പൂർത്തി വരുത്തും. അങ്ങനെ മുകളിൽ ദൈവത്തിന്റെ യഹോവയുടെ നാമം വെളിപ്പെടുകയും ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തു ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഹല്ലേലൂയ. ഒറ്റ ദൂതൂടെ പറയാൻ പോവാ. യാക്കോബേ, നീ ജീവിതം തുടങ്ങിയപ്പോ നിന്റെ തലയ്ക്ക് മീതെ യേശാവിന്റെ കാല, പക്ഷെ ക്രൂശിന്റെ ചോട്ടി വാ, യേശു ക്രിസ്തുവിന്റെ തലയ്ക്ക് മീതെ സാത്താന്റെ തലയില്ല. കാൽവറി നാഥൻ, കാൽവറി നാഥൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അഖിലാന്തരത്തിന്റെ ഉടമസ്ഥൻ ശത്രുവിന്റെ തലയെ കാൽക്കീലിൽ തകർത്ത് ഗോൽഗോഥ മലയുടെ മുകളിൽ ജയം കൊണ്ടാടി എന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറ. ഒറ്റക്കാരോട് പ്രാർത്ഥിക്കാൻ പോവാ. ഗോൽഗോഥ എന്ന മലയുടെ പേര് ഗോൽഗോഥ. കേൾക്കുന്നുണ്ടോ? ഗോൽഗോഥ. ഗോൽഗോഥ എന്നാൽ ഗോൽ ഗോലിയാത്ത് എന്ന. ഗോൽ ഗോലിയാത്ത് എന്ന സ്ഥലത്ത് പേരിൽ നിന്ന് ഗോൽഗോഥ വന്നു. ഞങ്ങളുടെ നാട്ടിൽ മൈലപ്പുറ എന്നൊരു സ്ഥലമുണ്ട്, അറിയാം, പത്തനംതിട്ടക്കാർ. ഞങ്ങളുടെ വീടിനടുത്ത് വെട്ടിപ്പുറ എന്നൊരു സ്ഥലമുണ്ട്. പണ്ട് ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞത്, ഒരു മയിലിനെ രാജാവ് ഓടിച്ചോണ്ട് പോകുമ്പോൾ കയ്യിൽ നിന്ന് വാള് കൊണ്ട് വെട്ടിപ്പുറ കൊണ്ടുവന്നപ്പോൾ വെട്ടിപ്പുറ എന്ന് പറഞ്ഞു. മൈലപ്പുറ പോയതിനാ മൈലപ്പുറ എന്ന് പറഞ്ഞു. സ്വത്രം. ഞങ്ങളുടെ നാട് പുനലൂരാ. പുനൽ ഉള്ള ഊരെന്ന് പാണ്ടിക്കാരിട്ട തമിഴ്നാട്ടുകാരിട്ടതാ. സ്വത്രം. പുനൽ ഉള്ള ഊര്, പുനൽ ഉള്ള പച്ചവെള്ളമുള്ള ഊരെന്ന്. അങ്ങനെ പേര് വന്നത്. ഈ പർവ്വതത്തിന് ഗോൽ ഗോലിയാത്ത് എന്ന് പറയാം. ഗോൽ എന്ന തലയൊട്ടി, ഗോലിയാത്ത് എന്ന ഗോലിയാത്ത്. ഹലോ, ഗോലിയാത്തിന്റെ തലയോട്ടി എന്ന സ്ഥലത്തിന്റെ പേര്. ഹലോ, ദാവീദ് മല്ലനാം ഗോലിയാത്തിന്റെ തല തകർത്ത് വെട്ടിയെടുത്ത് കൊണ്ട് കുഴിച്ചിട്ട പർവ്വതം ഗോൽ ഗോലിയാത്ത് എന്നറിയപ്പെട്ടു. ആ മലയുടെ മീതെ ദാവീദിന്റെ പുത്രൻ ലൂസിഫറിന്റെ തലയെ തകർത്തു. കരങ്ങൾ അടിച്ചെന്റെ യേശുവിനെ സ്തുതിക്കാൻ തയ്യാറാണ്. ക്രൂശ് നിന്റെ ജീവിതത്തെ മാറ്റാൻ പോകുകയാ. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമൈതൽ അവന്റെ മുഖത്തെ തിരിക്കാൻ പോവുക. ആരാധിക്കുന്ന ദൈവമൈതൽ ക്രൂശിന്റെ ചുവട്ടിൽ വ്യത്യാസം അനുഭവിക്കാൻ
പോകുക. ഇന്ന് രാത്രി നീ വന്നിരിക്കുന്ന സ്ഥലം പരാജയത്തിന്റെ സ്ഥലമല്ല. നിന്റെ തലയ്ക്ക് മീതെ ഇനി ഒരിക്കലും ശത്രുവിന്റെ കാൽ ഉണ്ടാകത്തില്ല. നീ ജയം പ്രാപിക്കാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചോട്ടെ. ഒരു നിമിഷം നാം ദൈവത്തെ സ്തുതിക്കുവാൻ പോകുകയാണ്. ഇന്ന് രാത്രി അതരങ്ങൾ പൂട്ടിവെക്കാതെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങുക. നീ ഇന്ന് രാത്രി നിന്റെ അടുത്ത് നിൽക്കുന്നവർ മിണ്ടാതെ നിന്നാലും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങുക. കാരണം ഇന്ന് രാത്രി അവർ നോക്കി നിൽക്കുമ്പോ നീ ദൈവത്തിന്റെ ശ്രദ്ധ നിങ്ങളിലേക്ക് തിരിക്കാൻ പോകുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കാട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ ചാടി എഴുന്നേൽക്കാം. ഈ രാത്രി സമയം നമുക്ക് മുമ്പിലില്ലേറെ. എല്ലാവരും ദൈവം മുമ്പിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കട്ടെ. യാക്കോബ് എന്ന മനുഷ്യൻ ജീവിതത്തിൽ ആമേൻ ശത്രുവിന്റെ കാല് തലയിൽ വെച്ച് തുടങ്ങിയതാ ജീവിതം. എന്നാൽ ക്രൂശിന്റെ ചുവട്ടിലെത്തി ജീവിതം അവസാനിച്ചു. ക്രൂശിന്റെ ചുവട്ടിൽ ശത്രുവിന്റെ തല ദൈവദാസനാം യേശുവിന്റെ പുറത്തല്ല, യേശു ക്രിസ്തുവിന്റെ തല ശത്രുവിന്റെ തലയുടെ മീതെയായി. ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതം പരാജയത്തിൽ തുടങ്ങിയാൽ ഇന്ന് രാത്രി കുരിശിന്റെ ചുവട്ടിലെത്ത് അവിടെ ജയം പ്രാപിക്കാൻ പോകുകയാ. എല്ലാ കണ്ണുകളും അടച്ചോട്ടെ. എല്ലാ തരങ്ങളും തുറന്നാട്ടെ. ആരും മൗനമായിട്ട് നിൽക്കരുത്. ഈ രാത്രി യഹോവയായ ദൈവത്തെ നോക്കി പറ, യേശുപ്പച്ച നോക്കി പറഞ്ഞാട്ടെ, എനിക്കൊരു വിടുതൽ ആവശ്യമുണ്ട്. എന്റെ ജീവിതം തോൽവിയിലാണ്. പലപ്പോഴും എന്റെ തലയ്ക്ക് മീതെ ശത്രുവിന്റെ കാലുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. ഇന്ന് രാത്രി യേശു പറഞ്ഞില്ല, ക്രൂശിന്റെ ചുവട്ടിലോട്ട് വാ. ഈ രാത്രിയിൽ നിന്റെ തലയ്ക്ക് മീതെ ഇനി ശത്രുവിന്റെ പാദം ഉണ്ടാകത്തില്ല. മറിച്ച് നിന്റെ പാദം നിന്റെ ശത്രുവിനെ തകർക്കാൻ പോകുകയാ. കണ്ണുകൾ അടച്ചാട്ടെ. വായ്കളെ തുറന്നാട്ടെ. ഈ രാത്രി എത്ര ദൈവമക്കൾ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. യാക്കോബിനെ പോലെ ദൈവമേ, എനിക്ക് ഇന്ന് രാത്രി ഒരു വിടുതൽ ആവശ്യമുണ്ട്, എനിക്കൊരു അനുഗ്രഹം ആവശ്യമുണ്ട്, എനിക്ക് നന്മ ആവശ്യമുണ്ട് എന്ന് ആര് പ്രാർത്ഥിക്കുന്നു? നിന്റെ കരത്തിൽ ദൈവം നൽകിയ വാഗ്ദത്തം ഓർമ്മയുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങുക. വാഗ്ദത്തമുള്ളവർ, ആലോചനയുള്ളവർ, ദൈവവചനമകത്തുള്ളവർ അതരത്തിൽ പൂട്ടിവെക്കാതെ വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിക്കാട്ടെ. ഈ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ദൈവം തന്റെ കുഞ്ഞാടിനെ വെളിപ്പെടുത്തിയതുപോലെ, ഈ രാത്രിയിൽ തന്റെ നിയമം താൻ തന്റെ പേരെഴുതി ഉറപ്പിച്ചതുപോലെ നിന്നോടുള്ള വാഗ്ദത്തം എന്റെ ദൈവം ഉറപ്പിക്കുകയാണ്. ഒരു പാട്ടിന്റെ ചില വരികൾ പാടി നാം അവനെ ആരാധിക്കുവാൻ പോകുകയാണ്. അതിന്റെ നടുവിൽ തന്നെ കർത്താവിനെ സൗഖ്യമാക്കുവാൻ പോകുന്നു. അത്ഭുതങ്ങളിലേക്ക് നാം പോകുകയാണ്, വിടുതലിലേക്ക് നാം പോകുകയാണ്. ഈ രാത്രി എല്ലാവരും ചേർന്ന് വരങ്ങൾ അഴിച്ചു ദൈവത്തിന് നന്ദി പറയാം. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. പാപത്തെയും രോഗത്തെയും ക്രൂശിൽ വഹിച്ചു, പാപത്തെയും രോഗത്തെയും
അക്കാരങ്ങൾ അടിച്ച് ദൈവത്തെ തുടർന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. അന്യഭാഷകൾ നിറഞ്ഞ് ശബ്ദമുയർത്തി പരാജയത്തിന്റെ പടുകുഴിയിൽ ജീവിതം തുടങ്ങി, ജയത്തിന്റെ കൊടുമുടിയിൽ ജീവിതം അവസാനിപ്പിച്ച യാക്കോബിന്റെ ജീവിതം ക്രൂശിന്റെ യാത്രയാ. കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി നിന്റെ കരത്തിൽ വചനമെന്ന വാക്തത്വമുണ്ടോ? പോകുന്നിടം മുഴുവൻ അനുഗ്രഹമാ. നിന്റെ ആരോഗ്യം സുരക്ഷിതമാ, നിന്റെ നന്മ സുരക്ഷിതമാ. അത്ഭുതങ്ങളുടെ രാത്രിയായി ദൈവം അതിനെ മാറ്റുകയാണ്. ഈ രാത്രി എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ഒരേ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ രാത്രി സമയക്കുറവ് കാരണം ഞാൻ യോഗം നിർത്തുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് രാത്രി എനിക്കൊരു വിടുതൽ ആവശ്യമുണ്ട്, എനിക്കിന്ന് രാത്രി ഒരു സൗഖ്യം ആവശ്യമുണ്ട്. ഒരു ദൈവദാസന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയല്ല, യേശു ക്രിസ്തുവിന്റെ ശക്തിയാൽ, അവന്റെ നാമത്തിന്റെ ശക്തിയാൽ ഈ രാത്രി നിനക്ക് വിടുതൽ ദൈവം തരാൻ പോവുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഒരു വിടുതൽ ആവശ്യമുള്ളവർ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. കമോൺ. ശമന ഹത്തുജസിയാര. ഒരു ചെറിയ പ്രാർത്ഥന, ഒരു വലിയ അത്ഭുതം. ഞങ്ങളുടെ പേര് വലുതാകാനല്ല, സംഘാടകരുടെ പേര് വലുതാകാനല്ല, യേശുവിന്റെ പേര് വലുതാകാൻ. ഇപ്പോൾ തന്നെ അടിപ്പിണരാളുള്ള സൗഖ്യം പ്രാപിക്കാൻ തുടങ്ങി. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വായികളെ തുറക്കുക. യേശുവിനെ നന്ദി പറയാൻ തുടങ്ങിക്കാട്ടെ. സ്തോത്രമെന്ന് പറഞ്ഞാട്ടെ. അന്യഭാഷയിൽ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങിക്കാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഈ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ വ്യാപരിക്കുന്ന ദുഷ്ട ശക്തിയുടെ എതിരായ പ്രവർത്തനങ്ങൾ ഇന്ന് രാത്രി തകർന്നു മാറട്ടെ. ഇനിയും അവരുടെ തലയ്ക്ക് മീതെ ഒരു യേശാവിനും നിൽക്കാൻ അധികാരമില്ല. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തില് സൗഖ്യത്തെ പ്രാപിക്കുക. സൗഖ്യത്തെ പ്രാപിക്കുക. യേശു കർത്താവ് നിങ്ങളെ വിടുവിക്കുന്നു. ചെങ്ങലകൾ പൊട്ടി മാറുന്നത് വെളിപ്പാടിൽ ഞാൻ കാണുകയാണ്. കുടുംബത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്ന് രാത്രി നിനക്ക് ജയമുണ്ട്. ക്രൂശിന്റെ ജയം. ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞോട്ടെ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തില് ആ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ആ പാരമ്പര്യ രോഗങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ആ ഭൗതിക ഞെരുക്കങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആത്മീക വിഷയങ്ങൾ വിടുതൽ പ്രാപിക്കുക. ഭൗതിക വിഷയത്തിൽ വിടുതൽ പ്രാപിക്കുക. പ്രാപിക്കുക, പ്രാപിക്കുക. രണ്ട് കരങ്ങൾ അടിച്ച് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിച്ചോട്ടെ. Because of faith, വിശ്വാസത്താൽ, വിശ്വാസത്താൽ, വിശ്വാസത്താൽ കരങ്ങളെ അടിച്ച് ദൈവത്തിന് നന്ദി പറ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു,
നിന്റെ വിശ്വാസത്തിന്റെ അടയാളമായി ഒരു വിടുതൽ ഈ നിമിഷം തന്നെ നീ പ്രാപിക്കുക. Receive your miracle right now. Jesus. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചും ആരാധിച്ചും അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥന്റെ ശ്രദ്ധയെ തങ്കലേക്ക് തിരിച്ചവർ കണ്ണുകളെ അടച്ച ഒരു നിമിഷം ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഒരു മിനിറ്റ്. താങ്ക് യു ജീസസ്. യാക്കോബേ, നീ തല തിരിച്ചതിനാൽ, നീ ദൈവത്തിന്റെ ശ്രദ്ധയെ തിരിച്ചതിനാൽ നിന്റെ തലമുറ പോകുന്നിടത്തൊക്കെ അവന്റെ മേൽ ദൈവത്തിന്റെ കണ്ണുണ്ടാവും. ഇന്ന് രാത്രി ആരാധിച്ച് പ്രാർത്ഥിച്ച് അതരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിച്ച ദൈവമൈതലോട് ദൈവം പറയുന്നു, നീ അവനെ സ്തുതിച്ചത് നിമിത്തം നിന്റെ കുടുംബത്തിലെ സകലതിനു വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി എന്റെ ദൈവം മുഖം തിരിക്കാൻ പോകുകയാണ്. കരങ്ങളെ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ശക്തിയോടെ